السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സേവനങ്ങളെ, ഈ ഖിദ്മത്തുകളെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പലപ്പോഴായി പല ആളുകളും പല വിഷയങ്ങളിലും ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും നമ്മുടെ ഉസ്താദുമാർക്കും നമ്മോട് ബന്ധമുള്ള സർവർക്കും എല്ലാവിധ ഇസ്സത്തും സലാമത്തും റാഹത്തും ബറക്കത്തും അവന്റെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സർവ്വ അനുഗ്രഹങ്ങളും നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള ശ്രോതാക്കളെ, അറിയിക്കപ്പെട്ടതുപോലെ വളരെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ 11:30 മണിക്ക് ആരംഭിക്കണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത്യാവശ്യമായി ഒരു വിഷയവുമായി ഇടപെട്ടതുകൊണ്ട് അരമണിക്കൂർ വൈകി 12 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിഷയത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാതെ ഏതാനും കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ശേഷം ഈ വിഷയത്തിലും അതുപോലെ തന്നെ ആദർശ സംബന്ധമായ മറ്റ് കാര്യങ്ങളിലും അല്പസമയം നമുക്ക് സംശയ നിവാരണം നടത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ് റൂമിന്റെ മറ്റ് പ്രോഗ്രാമുകളിലേക്ക് പ്രവേശിക്കാം. സ്ത്രീകളും പള്ളികളും, ഇതാണ് വിഷയം. ഈ വിഷയം എങ്ങനെയാണ് ചർച്ച ചെയ്യാവുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് വരണം, നിസ്കാരത്തിന് വേണ്ടി മറ്റ് ആരാധനകൾക്ക് വേണ്ടി എന്ന് സുന്നികളുടെ ആശയപരമായി അപ്പുറത്തുള്ള ആളുകൾ വാദിക്കുകയും അവരുടെ പള്ളികളിലേക്ക് അവരുടെ സ്ത്രീകളെ കൊണ്ടുപോവുകയും സ്ത്രീകൾ പള്ളികളിൽ പോയി ആരാധനകൾ നിർവഹിക്കുന്നത് ഇസ്ലാമിക രീതിയല്ല, ശരീഅത്ത് ഒരിക്കലും അതിന് പ്രോത്സാഹനം നൽകിയിട്ടില്ല, അതിലൊരിക്കലും സ്ത്രീകൾക്ക് പുണ്യം പറഞ്ഞിട്ടില്ല, മാത്രമല്ല അള്ളാഹുവിന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും ഖൈർ പ്രതീക്ഷിക്കുന്ന മുഅ്മിനുകളാണെങ്കിൽ അവർ അവരുടെ അഹ്ലുകാരാകുന്ന സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയല്ല ചെയ്യേണ്ടത്. വീടുകൾ വെച്ചുകൊണ്ടാണ് സ്ത്രീകൾ ആരാധനകൾ നിർവഹിക്കേണ്ടത് എന്ന് പറയുന്ന സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന വഹാബികളെ സുന്നികൾ എതിർക്കുമ്പോൾ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെ മേൽ അവർ പിന്തിരിപ്പൻ സ്വഭാവക്കാരാണ്, സ്ത്രീകളുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നവരാകുന്നു എന്നൊക്കെ മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ട് ആയത്തുകളെയും ഹദീസുകളെയും വിശദീകരിച്ചുകൊണ്ട് ബഹുമാന്യരായ മുൻകാല ഇമാമുമാർ എന്തൊക്കെ പറഞ്ഞു അതിനെ മുഴുവനും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വഹാബികൾ, അതുപോലെയുള്ള മറ്റ് പ്രസ്ഥാനക്കാരും. ബഹുമാനമുള്ള ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും പരിശോധിക്കുമ്പോൾ ഒരിക്കലും സ്ത്രീകൾ പള്ളിയിൽ പോയി ഇബാദത്തുകൾ നിർവഹിക്കുക എന്ന ആ രീതിയെ എവിടെയും അതൊരു പുണ്യമുള്ള കാര്യമായി അല്ലാഹു തആല ഒരുപാട് പ്രതിഫലങ്ങൾ നൽകുന്ന വിഷയമായി കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല.
സൂറത്തു തൗബയിലെ 108-ാമത്തെ ആയത്ത്, അതുപോലെ തന്നെ സൂറത്തു നൂറിലെ 37-ാമത്തെ ആയത്ത്, ഇങ്ങനെയുള്ള ആയത്തുകളെക്കുറിച്ചും ഈ ആയത്തുകളുടെ വിവരണങ്ങളെക്കുറിച്ചും നാം ചിന്തിക്കുക. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുതഹ്ഹരീൻ. ഇതാണ് സൂറത്തു തൗബയിലെ 108-ാമത്തെ ആയത്ത്. ഇവിടെ മുസ്ലിമീങ്ങൾ നിസ്കരിക്കേണ്ടുന്ന ഒരു പള്ളിയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. ഈ പള്ളിയുടെ ഒരു പ്രധാന ലക്ഷണമായിക്കൊണ്ട്, അതിന്റെ സ്വഭാവമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഫീഹി റിജാലുൻ, ആ പള്ളിയിൽ ഉണ്ടാവുക പുരുഷന്മാരായിരിക്കുമെന്നാണ്. ഇങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ആയത്തുകൾ ഏതൊക്കെയുണ്ടോ ആ ആയത്തുകളെല്ലാം തന്നെ പള്ളിയിൽ വന്നുകൊണ്ട് ആരാധന നിർവഹിക്കേണ്ടുന്ന ആളുകളായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് പുരുഷന്മാരെയാണ്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വ യുദ്കറ ഫീഹ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ റിജാലും ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. ഇവിടെയും ഒരു പള്ളിയെക്കുറിച്ചാണ് പറയുന്നത്. ആ പള്ളിയിൽ ഇബാദത്തുകൾ നിർവഹിക്കുന്നത് ആരാണ്? റിജാലും ലാ തുൽഹീഹിം തിജാറ. അവിടെയും വിശുദ്ധ ഖുർആൻ പറയുന്നത് പുരുഷന്മാരെ കുറിച്ചാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ പള്ളികളെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ, ഈ ആയത്തുകളൊക്കെ പരിശോധിക്കുമ്പോൾ പള്ളിയുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാരെയാണ്. ഇനി ഹദീസുകൾ നാം പരിശോധിക്കുക. ധാരാളം ഈ ഹദീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. സഹീഹായ ഹദീസുകൾ, ഹസനായ ഹദീസുകൾ, അതുപോലെ തന്നെ മഹാന്മാരാകുന്ന ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവും ഈ രണ്ട് മഹാന്മാരും ഏകോപിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഒറ്റക്കായിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, ഇങ്ങനെ അവഗണിക്കാൻ പറ്റാത്ത ധാരാളം ഹദീസുകളും ധാരാളം റിപ്പോർട്ടുകളും നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോഴും ഒരിക്കലും സ്ത്രീകൾ പള്ളിയിൽ പോയി ഇബാദത്തുകൾ നിർവഹിക്കുക എന്നുള്ളതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചതായിക്കൊണ്ട്, പുണ്യമുള്ള ഒരു കാര്യമായി അവതരിപ്പിച്ചതായിക്കൊണ്ട് നമുക്ക് കാണുക സാധ്യമല്ല. ഇങ്ങനെയുള്ള ആയത്തുകളെയും ഹദീസുകളെയും വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന ഇമാംമാർ എന്തു പറഞ്ഞു എന്നുള്ളത് നമുക്ക് പിന്നീട് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം സുന്നത്തുകളെ കുറിച്ച് പ്രേരിപ്പിച്ച നബി തങ്ങൾ, ധാരാളം ഇബാദത്തുകളെ കുറിച്ച് പ്രേരണ നൽകിയിട്ടുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പുരുഷന്മാർ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കണം, പുരുഷന്മാർ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത്, പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന പുരുഷന്മാർക്ക് ധാരാളം പ്രതിഫലങ്ങൾ, മഹത്വങ്ങൾ പറഞ്ഞപ്പോ അവിടെയൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് പ്രോത്സാഹനം നൽകിയിട്ടില്ല. ഹദീസിന്റെ കിതാബുകളിൽ പ്രത്യേകിച്ചൊരു അധ്യായം ഇങ്ങനെ കാണാം. ബാബു ഖൈറു മസാജിദിൻ നിസാഇ ഖഅറു ബുയൂതിഹിന്ന. ഖൈറു മസാജിദിൻ നിസാഇ ഖഅറു ബുയൂതിഹിന്ന. ഇതാണ് പല ഹദീസിന്റെ കിതാബുകളിലും ഈ അധ്യായത്തിന്റെ ഹെഡിങ് ആയിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഹദ്ദിസുമാർ കൊടുത്തത്. ഖൈറു മസാജിദിൻ നിസായി, സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലങ്ങൾ വെച്ച് ഏറ്റവും നല്ല സ്ഥലം ഖഅറു ബുയൂതിഹിന്ന, അവരുടെ വീടിന്റെ ഉൾഭാഗങ്ങളാകുന്നു. പല ഹദീസിന്റെ കിതാബുകളിലും സ്ത്രീകൾ എവിടെ വെച്ചുകൊണ്ട് ജമാഅത്ത് നിസ്കരിക്കണം എന്ന വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഈ അധ്യായത്തിനുള്ള ഹെഡിങ് ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാന്മാരാകുന്ന മുഹദ്ദിസ്മാർ കൊടുത്ത അധ്യായം പേര് ഇങ്ങനെയാണ്: ബാബു ഖൈറു മസാജിദിൻ നിസാഇ ഖഅറു ബുയൂതിഹിന്ന. സ്ത്രീകൾ നിസ്കരിക്കേണ്ടുന്ന സ്ഥലത്തിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലം അവരുടെ വീടിന്റെ ഉൾഭാഗങ്ങളാകുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു ഹദീസാണിത്. ഇതൊരു ഹദീസാ. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു,
ഇങ്ങനെ ധാരാളം മുഹദ്ദിസ്മാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഈ ഹദീസ് സഹീഹാണെന്നോ അതല്ലെങ്കിൽ ഹസനാണെന്നോ പറയുകയും ചെയ്തിട്ടുണ്ട്. ഖൈറു മസാജിദിൻ നിസാഇ, സ്ത്രീകൾ നിസ്കരിക്കേണ്ടുന്ന സ്ഥലത്തിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലം ഖഅറു ബുയൂതിഹിന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ തംനഉ നിസാഅക്കും അൽ മസാജിദ വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന. ലാ തംനഉ നിസാഅക്കും, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ തടയരുത്, അൽ മസാജിദ, ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊതുവെയുള്ള ഒരു വിലക്ക് നിങ്ങൾ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തരുത്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, എന്നാൽ അവർക്ക് ഇബാദത്തുകൾ നിർവഹിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അവരുടെ വീടുകളാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളാണ്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് ഇബാദത്തുകൾ നിർവഹിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അവരുടെ വീടുകളാകുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ആലോചിക്കുക, നാം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെയുള്ള മറ്റ് ഇബാദത്തുകൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഇബാദത്തുകളെ കൊണ്ടൊക്കെ നാം പ്രതീക്ഷിക്കുന്നത് പുണ്യങ്ങളാണല്ലോ. അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സവാബുകളാണ് നാം പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കൂലി ലഭിക്കണം എന്നുള്ളതാണ് നാം പ്രതീക്ഷിക്കുന്നത്. എത്രത്തോളം നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടും, എത്രത്തോളം അതിന് കൂലി നൽകപ്പെടും, അത്രത്തോളം അതിന്റെ ഖബൂലിയത്തും അതിന്റെ സവാബും നാം പ്രതീക്ഷിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് അവരുടെ ഇബാദത്തുകൾക്ക് കൂടുതൽ കൂലി ലഭിക്കാൻ, സ്ത്രീകൾക്ക് അവരുടെ ഇബാദത്തുകൾക്ക് കൂടുതൽ സവാബ് ലഭിക്കാൻ, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കൂടുതൽ പുണ്യം ലഭിക്കാൻ അവർക്ക് വേണ്ടത് അവരുടെ വീടുകളാകുന്നു. അതുകൊണ്ട് ഇബാദത്തുകൾക്ക് പുണ്യം പ്രതീക്ഷിക്കുന്ന മുഅ്മിനീങ്ങൾ, ഇബാദത്തുകൾക്ക് കൂലി പ്രതീക്ഷിക്കുന്ന മുഅ്മിനീങ്ങൾ, ആ മുസ്ലിം സ്ത്രീകൾ അവർ ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത് പള്ളിയിൽ പോയിക്കൊണ്ടല്ല, അവരുടെ വീടുകൾ വെച്ചുകൊണ്ടാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹും ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ സല്ലത്ത് ഇംറഅത്തുൻ സലാത്തൻ അഹബ്ബു ഇലല്ലാഹ് മിൻ സലാത്തിഹാ ഫീ അശദ്ദി ബൈതിഹാ ദുൽമ. വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്. മാ സല്ലത്ത് ഇംറഅത്തുൻ സലാത്തൻ അഹബ്ബു ഇലല്ലാഹ് മിൻ സലാത്തിഹാ ഫീ ശിദ്ദതി മിൻ സലാത്തിഹാ മാ സല്ലത്ത് ഇംറഅത്തുൻ സലാത്തൻ അഹബ്ബു ഇലല്ലാഹി മിൻ സലാത്തിഹാ ഫീ, ഹദീസിന്റെ ലഫ്ള് കാണുന്നില്ല, പറഞ്ഞുതരാം. മാ സല്ലത്ത് ഇംറഅത്തുൻ സലാത്തൻ അഹബ്ബു ഇലല്ലാഹി മിൻ സലാത്തിഹാ. ഈ ഹദീസിന്റെ താല്പര്യം, ഒരു സ്ത്രീ അവരുടെ വീട്ടിന്റെ ഏറ്റവും ഇരുട്ടുള്ള ഏറ്റവും ഉൾഭാഗത്ത് വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരം, ആ നിസ്കാരമാണ് അവൾക്ക് അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം. മാ സല്ലത്ത് ഇംറഅത്തുൻ സലാത്തൻ അഹബ്ബു ഇലല്ലാഹി മിൻ സലാത്തിഹാ ഫീ അശദ്ദി ബൈതിഹാ ദുൽമ. ഇങ്ങനെയാണ് ഹദീസിന്റെ ലഫ്ള്. മാ സല്ലത്ത് ഇംറഅത്തുൻ സലാത്തൻ അഹബ്ബു ഇലല്ലാഹി മിൻ സലാത്തിഹാ ഫീ അശദ്ദി ബൈതിഹാ ദുൽമ. ഒരു സ്ത്രീക്ക് ഏറ്റവും ഖൈറുള്ള, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരം ഏറ്റവും അവളുടെ വീടിന്റെ ഏറ്റവും ഇരുട്ടുള്ള ഭാഗത്ത് വെച്ചുകൊണ്ടുള്ള നിസ്കാരമാകുന്നു. മാത്രല്ല, മഹദിയായ ഉമ്മു ഹുമൈദിൻ സാഇദിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചൊരു ചോദ്യവും ബഹുമാനപ്പെട്ട നബി തങ്ങൾ അതിന് നൽകിയ മറുപടിയും പ്രസിദ്ധമാണല്ലോ. അന്നഹ ഇസ്തഅദനത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു ഹുമൈദിൻ സാഇദിയ റളിയല്ലാഹു അൻഹ സമ്മതം ചോദിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു സമ്മതം ചോദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ജമാഅത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി? നിനക്ക്
നിന്റെ വീട്ടിൽ വെച്ചുകൊണ്ടുള്ള നിസ്കാരമാണ് ഈ പള്ളിയിൽ വന്നുകൊണ്ടുള്ള നിസ്കാരത്തെക്കാൾ ഏറ്റവും പുണ്യമുള്ളത്. ഈ രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഉമ്മു ഹുമൈദിൻ സഅദിയ്യ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്ന വിഷയം പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും പരിശോധിക്കുമ്പോൾ ഇഷ്ടം പോലെ ഹദീസുകളുണ്ട്. ഓരോരോ ഹദീസുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, സമയം വളരെ വൈകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീയോട് നീ പള്ളിയിലേക്ക് വാ, നീ ഇവിടെ നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുക്ക് എന്ന് പറഞ്ഞ് സ്ത്രീകളെ ക്ഷണിച്ചു വരുത്തിയതായിക്കൊണ്ട് ഒരു സംഭവം ഉദ്ധരിക്കാൻ സാധ്യമല്ല. അതല്ലെങ്കിൽ ഇബാദത്തുകൾക്ക് പ്രതിഫലം പറഞ്ഞുകൊണ്ട് ഇബാദത്തുകളുടെ മേൽ പ്രേരിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾ പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ അതിന് ഇങ്ങനെ പുണ്യം കിട്ടും, ഇങ്ങനെ മഹത്വമുണ്ട്, ഇങ്ങനെ പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ പള്ളിയിലേക്ക് വരാൻ പ്രോത്സാഹിപ്പിച്ചതായിക്കൊണ്ട് ഒരു ഹദീസിലും കാണുക സാധ്യമല്ല. എന്നാൽ നബി തങ്ങളുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അതിൽ കാണാവുന്നതൊക്കെ സ്ത്രീകൾ പള്ളിയിൽ വരുന്നതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള കൽപ്പനകളും പരാമർശങ്ങളും മാത്രം. അതല്ലാത്തൊരു ഹദീസും ഏതെങ്കിലും ഒരു ഹദീസ് കാണട്ടെ, സ്ത്രീകൾ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിച്ചാൽ ഇതാ ഇങ്ങനെ പുണ്യം കിട്ടും. ശ്രദ്ധിക്കേണ്ടതൊരു വിഷയമാണിത്. ഒരുപക്ഷെ നമ്മുടെ റൂമിൽ ഇപ്പോ എന്റെ സംസാരം നമ്മുടെ ആദർശ വിരോധികളിൽ ആരെങ്കിലും കേൾക്കാമല്ലോ. അങ്ങനെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ വിഷയം കൊണ്ട് നിസ്കരിച്ചാൽ അതാണ് പെണ്ണിന് പുണ്യമുള്ള കാര്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു പെണ്ണ് പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിച്ചാൽ അതാണ് ആ പെണ്ണിന് ഏറ്റവും ഗുണമുള്ള കാര്യം, അതാണ് ആ പെണ്ണിന് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീകളെ പള്ളിയിൽ നടക്കുന്ന നിസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തുണ്ട് ഹദീസ്, ഒരു ഭാഗം, ആ ഹദീസിലെല്ലാം തന്നെ സ്ത്രീകളെ പള്ളികളെ തൊട്ട് നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള ഹദീസുകളാണ്, പരാമർശങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് ഹദീസിന്റെ കാര്യം. ഈ ഹദീസുകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉലമാഇന്റെ വിശദീകരണങ്ങൾ നോക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, 4 മദ്ഹബിലും വ്യത്യാസമില്ലാതെ സ്ത്രീകൾ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കലല്ല അവർക്ക് ഏറ്റവും നല്ലത്, അവർക്ക് വീടുകൾ വെച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കലാകുന്നു എന്ന് 4 മദ്ഹബിന്റെ കിതാബുകളിലും കാണാൻ സാധിക്കും. ഇത് ചെറിയ കാര്യമല്ലല്ലോ. ഇത് വെറും ഒരു ശാഫിഈ മദ്ഹബിന്റെ മസലയല്ല. ഹനഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലും എല്ലാ മദ്ഹബിലും ഇപ്രകാരം തന്നെ. ഒരു മദ്ഹബിലും സ്ത്രീ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിച്ചാൽ അതാണ് അവൾക്ക് ഏറ്റവും ഉത്തമം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് പുരുഷന്മാരുടെ കാര്യം അറിയാമല്ലോ. പുരുഷന്മാർക്ക് ഏറ്റവും നല്ലത്, അവരുടെ വീടുകളെക്കാൾ നല്ലത്, ഫർള് നിസ്കാരങ്ങൾ നിർവഹിക്കാൻ അവർക്ക് നല്ലത് അവരുടെ പള്ളികളാകുന്നു എന്ന് പറയുന്ന ഇഷ്ടം പോലെ ഹദീസുകൾ, ഇഷ്ടം പോലെ ഇമാമാരുടെ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സ്ത്രീക്ക് ഫർള് നിസ്കാരത്തിനോ സുന്നത്ത് നിസ്കാരത്തിനോ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കലാണ് അവൾക്ക് പുണ്യം കിട്ടാൻ, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പ്രതിഫലം കിട്ടാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്ന ഒരു കിതാബും ഒരു ഹദീസും ഒരു ആയത്തും ഇല്ല. മാത്രമല്ല, ഈ വിഷയത്തിൽ മുൻകഴിഞ്ഞ ഇമാംമാരുടെ കിതാബുകൾ പരിശോധിക്കുമ്പോ, അതുപോലെ തന്നെ ഹദീസുകൾ പരിശോധിക്കുമ്പോ, ഇസ്ലാമിക പ്രമാണങ്ങളായിക്കൊണ്ട് അവലംബിക്കപ്പെടാവുന്ന എന്തൊക്കെയുണ്ട് അത് മുഴുവനും പരിശോധിക്കുമ്പോ, എന്തിനധികം സൗദി അറേബ്യയിലും മറ്റ് രാജ്യങ്ങളിലും ഞങ്ങളുടെ നേതാക്കളാണ് എന്ന് വഹാബികൾ സ്വയം പരിചയപ്പെടുത്തുന്ന, സ്വന്തം അവകാശപ്പെടുത്തുന്ന അൽബാനി പോലെയുള്ള, ഉസൈമീൻ പോലെയുള്ള വഹാബി പണ്ഡിതന്മാരുടെ, സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളും അവരുടെ കിതാബുകളും പരിശോധിക്കുമ്പോൾ പോലും സ്ത്രീകൾക്ക് നല്ലത്, പ്രത്യേകിച്ച് ഇബ്നു ബാസിനെ പോലെയുള്ളവരുടെ ഫത്വകൾ പരിശോധിക്കുമ്പോൾ സ്ത്രീകൾക്ക് നല്ലത് അവരുടെ വീടുകളാകുന്നു എന്ന് തർക്കമില്ലാതെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നു. പല വിഷയങ്ങളിലും എന്ന പോലെ
സ്ത്രീകൾ പള്ളിയിൽ വന്നുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുക എന്ന വിഷയത്തിൽ കേരളത്തിൽ കാണുന്ന ഈ വഹാബിസം ലോകത്തെവിടെയുമില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഞാൻ ഈ പറയുന്നത്. പല വിഷയങ്ങളിലും എന്ന പോലെ സ്ത്രീകൾ പള്ളിയിൽ വന്നുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കണമെന്ന വിഷയത്തിൽ കേരള വഹാബിസം ഏതൊരു ലൈനിലാണോ ഈ ലൈന് ലോകത്തെവിടെയും കാണുക സാധ്യമല്ല. ആയത്തുകളിലില്ല, ഹദീസുകളിലില്ല, മുൻകഴിഞ്ഞ ഇമാമാരുടെ ഗ്രന്ഥങ്ങളിലില്ല, എന്തിനധികം വിദേശ വഹാബി പണ്ഡിതന്മാരുടെ കിതാബുകളിലോ ഫത്വകളിലോ ഇല്ല. അവരൊക്കെ ഒരു തർക്കവുമില്ലാതെ എല്ലാവരും ഇബ്നു തൈമിയ്യയാണെങ്കിലും അൽബാനിയാണെങ്കിലും ഉസൈമീനാണെങ്കിലും ഇങ്ങനെയുള്ള ആരൊക്കെയുണ്ട് അവരൊക്കെ അവർ പറയുന്നു സലാത്തുൽ മർഅത്തി ഫീ ബൈതിഹാ അഫ്ദലു. സലാത്തുൽ മർഅത്തി ഫീ ബൈതിഹാ അഫ്ദലു. ഒരു പെണ്ണിന് അവൾക്ക് ഏറ്റവും നല്ലത് വീട്ടിൽ കൊണ്ട് നിസ്കരിക്കലാകുന്നു. ഇനി അൽബാനിയുടെ അഭിപ്രായം അങ്ങനെയല്ല, ഇബ്നു തൈമിയ്യയുടെ കിതാബുകൾ ഇങ്ങനെയില്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ സാധിക്കുന്ന അതിന് ആണത്വമുള്ള ഏതെങ്കിലും വഹാബി നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മുടെ ഈ ക്ലാസ് ശ്രവിക്കുന്നെങ്കിൽ അവർ രംഗത്ത് വരട്ടെ. ഹദീസുകളിലില്ല, അതുപോലെ തന്നെ മുൻകാല ഇമാമാരുടെ കിതാബുകളിലില്ല. ഇവർ തന്നെ ഇവരുടെ നേതാക്കളായിക്കൊണ്ട് പരിചയപ്പെടുത്തപ്പെടുന്ന വിദേശ വഹാബി നേതാക്കളുടെ കിതാബുകളിലൊന്നും കാണുക സാധ്യമല്ല. അവിടെയൊക്കെ കാണുക ഒരു പെണ്ണ് അവളുടെ നിസ്കാരങ്ങൾ നിർവഹിക്കേണ്ടവരുടെ വീട് വെച്ചുകൊണ്ടാകുന്നു. അതാണ് അവർക്ക് ഉത്തമം. നമ്മുടെ മദ്ഹബിന്റെ കിതാബുകളൊക്കെ വിശദീകരിച്ചില്ലേ? ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സ്ത്രീക്ക് ഏറ്റവും നല്ലവരുടെ വീടാകുന്നു. എന്നാൽ ഈ വീട് വിട്ട് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോഴോ അതിലൊരു ഹൈറുമില്ല. ഒരു ഹൈറുമില്ല എന്ന് മാത്രമല്ല, അതൊരു പക്ഷേ കറാഹത്തായിരിക്കും. അതല്ലെങ്കിൽ മഹാന്മാരാകുന്ന ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്, ഹറാമ് എന്ന ഹുക്മ തന്നെയാണ് തീർച്ചയായും അതിന് സംഭവിക്കുക എന്ന്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഹനഫി മദ്ഹബിലെ കിതാബുകളിൽ കാണാം. ഇന്നത്തെ ചുറ്റുപാട് വെച്ച് നോക്കുമ്പോൾ ഹറാമ് എന്ന ഹുക്മ തന്നെയായിരിക്കും അതിൽ വരുന്നുണ്ടാവുക. അതുകൊണ്ടല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇക്കാലത്തുള്ള സ്ത്രീകളുടെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും സ്ത്രീകൾ പള്ളിയിലേക്ക് വരേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു. നമ്മുടെ അബൂവൈസ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ചർച്ചയുടെ സമയത്ത് മൈക്കിലേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും വ്യവസ്ഥയിൽ നല്ല ധൈര്യം കാണിച്ച് ആൺകുട്ടികളെ പോലെ തോറ്റോടിപ്പോയ അബൂവൈസ് ഇൻഷാ അല്ലാഹ് മൈക്കിലേക്ക് വരും, നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, മദ്ഹബിന്റെ കിതാബുകളിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ കിതാബുകൾ നോക്കുമ്പോൾ, ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകൾ നോക്കുമ്പോൾ, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹുവിന്റെ കിതാബുകൾ നോക്കുമ്പോൾ, ഇങ്ങനെ ഏതൊക്കെ ഇമാമുമാരുണ്ട് അവരുടെ കിതാബുകൾ പരിശോധിക്കുമ്പോൾ ഒരിക്കലും സ്ത്രീകൾ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കൽ അതാണ് അവർക്ക് ഏറ്റവും ഉത്തമമായ കാര്യമെന്ന് എവിടെയും ആരും പറഞ്ഞിട്ടില്ല. ഇതൊരു ഷാഫി മദ്ഹബിന്റെ മാത്രം മസലയല്ല. ഞാൻ ഓരോ കിതാബിന്റെയും ഇബാറത്തുകൾ വായിച്ചുകൊണ്ട് അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് സമയം ദീർഘിപ്പിക്കുന്നില്ല. ഹനഫി മദ്ഹബാണെങ്കിലും മാലിക്കി മദ്ഹബാണെങ്കിലും ഹംബലി മദ്ഹബാണെങ്കിലും എല്ലാ മദ്ഹബിന്റെയും നിയമം ഇങ്ങനെ തന്നെ. മദ്ഹബിൽ മാത്രമല്ല, മദ്ഹബ് വേണ്ട, ഞങ്ങൾ മദ്ഹബിന്റെ ആളുകളല്ല, ഞങ്ങൾ മുജ്തഹിദുകളാണെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും അവരെ പൊന്തിച്ച് കാണിക്കുകയും ചെയ്ത വഹാബികളാൽ പൊന്തിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഉയർത്തപ്പെടുകയും ചെയ്തിട്ടുള്ള ഉസൈമീനിന്റെ കിതാബുകളാണെങ്കിലും അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യയുടെ കിതാബുകളാണെങ്കിലും അൽബാനിയുടെ കിതാബുകളാണെങ്കിലും അവരൊക്കെ പറയുന്നു സ്ത്രീകൾക്ക് നല്ലത് ഒരിക്കലും പള്ളികളല്ല വീടുകളാകുന്നു എന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വിഷയത്തിന്റെ സ്ത്രീകൾ പള്ളികളിൽ വന്നുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുക എന്നതിന്റെ ഹദീസുകളിലും ആയത്തുകളിലും അതുപോലെ തന്നെ മദ്ഹബിന്റെ ഇമാമാരുടെ കിതാബുകളിലും അതുപോലെ തന്നെ അപ്പുറത്തുള്ളവരുടെ കിതാബുകളിലും എന്തു പറയുന്നു എന്നുള്ളതാണ്, ഗ്രന്ഥങ്ങളിലും എന്തു പറയുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നാം ഇതുവരെ സംസാരിച്ചത്. നമുക്കറിയാമല്ലോ നമ്മുടെ കേരളത്തിലെ ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ പരിശുദ്ധ ഇസ്ലാം എത്തി. സഹാബികളാൽ ഇവിടെ പള്ളികൾ നിർമ്മിക്കപ്പെട്ടു. സഹാബികളാൽ ഇവിടെ ദീൻ പ്രചരിച്ചു. സഹാബികൾ തന്നെ ആ പള്ളികളിൽ ജുമുഅ സ്ഥാപിച്ചു.
സഹാബികൾ തന്നെ ആ ജുമുഅക്ക് ഇമാമുമാരായിക്കൊണ്ട് ഖത്തീബുമാരായിക്കൊണ്ട് ജനങ്ങൾക്ക് ഇബാദത്തുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഇതാണല്ലോ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക ചരിത്രം. കേരളത്തിലെ ഇസ്ലാമിക ചരിത്രം ഇതാണല്ലോ. എന്നാൽ ഈ ഇസ്ലാമിക പാരമ്പര്യമുള്ള നമ്മുടെ നാട്ടിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം ആലോചിക്കണം. 1940കളിലാണ് ആദ്യമായി കൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്ന ആ ചരിത്രം, ആ സംഭവം തുടങ്ങിയിട്ടുള്ളത്. 1940കളിൽ നീണ്ട 13 നൂറ്റാണ്ട് കാലം പരിശുദ്ധമായ സഹാബിമാരുടെ താബിഈങ്ങളുടെ നേതൃത്വത്തിൽ അവരാൽ ദീൻ പ്രചരിപ്പിക്കപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ സ്ത്രീകൾ പള്ളിയിൽ പോയിക്കൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുക എന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. ആലോചിക്കേണ്ടത് വിഷയമല്ലേ? കേരളത്തിൽ ആദ്യമായിക്കൊണ്ട് സ്ത്രീകൾ പള്ളിയിൽ പോയി ഇബാദത്തുകൾ നിർവഹിച്ചത് നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ ഒതായി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് നമ്മുടെ വകയല്ല, അവർ തന്നെ അവരുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചതാണ്. ഒതായിയിലെ പള്ളിയിലാണ് PK ആമിന, വെള്ളാറമ്പാറ ഖദീജക്കുട്ടി, ഈ 2 പെണ്ണുങ്ങളാണത്രേ ആദ്യമായിക്കൊണ്ട് പള്ളിയിൽ പോയിക്കൊണ്ട് നിസ്കാരം നിർവഹിച്ചത്. അതും എന്ന് 1940കളിൽ. എന്നാൽ 1940കളിലാണോ കേരളത്തിൽ പള്ളികൾ നിർമ്മിക്കപ്പെട്ടത്? 1940കളിലാണോ ഇവിടെ ഇസ്ലാം എത്തിയത്? എത്രയോ നൂറ്റാണ്ടുകൾ ഇവിടെ പള്ളികൾ നേതൃത്വം കൊടുത്തിരുന്നു, താബിഈങ്ങളും സഹാബിമാരും നേതൃത്വം കൊടുത്തിരുന്നു. അന്നിവിടെ മുസ്ലിം പെണ്ണുങ്ങളുണ്ടല്ലോ, അന്ന് മുസ്ലിം സ്ത്രീകളുമുണ്ടല്ലോ. അവരാരും പള്ളിയിലേക്ക് പോയി ഇബാദത്തുകൾ നിർവഹിച്ചിട്ടില്ല. വഹാബികൾ ഇതിന് കൃത്യമായ മറുപടി പറയണം. വഹാബികൾ കൃത്യമായ മറുപടി പറയണം. അതല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചത് തെറ്റാണെന്ന് പറയണം. കേരളത്തിൽ ആദ്യമായി കൊണ്ട് പള്ളിയിൽ പോയി ഇബാദത്തുകൾ നിർവഹിച്ചത് ഒതായി പള്ളിയിൽ വെള്ളാറമ്പാറ ഖദീജക്കുട്ടിയും അതുപോലെ തന്നെ PK ആമിനയുമായിരുന്നു എന്ന് അവർ തന്നെ അവരുടെ പുസ്തകങ്ങളിൽ, ഒന്നിലധികം പുസ്തകങ്ങൾ എഴുതുന്നു. ഇവിടെ ഒതായി പള്ളിക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ധാരാളം പള്ളികളില്ലേ? നീണ്ട ഒരുപാട് വർഷം മഹാന്മാരാകുന്ന മുസ്ലിമീങ്ങളും മുസ്ലിം നേതാക്കളും ഇവിടെ കഴിഞ്ഞു പോയില്ലേ? അന്ന് പള്ളികളില്ലാത്തത് കൊണ്ടല്ല, അന്ന് ജുമുഅകളില്ലാത്തത് കൊണ്ടല്ല, അന്ന് മുസ്ലിം സ്ത്രീകളില്ലാത്തത് കൊണ്ടുമല്ല. ജുമുഅയിൽ പങ്കെടുക്കണം, ഇബാദത്തുകളിൽ പങ്കെടുക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് താല്പര്യമുള്ള മുസ്ലിമീങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല. അന്നൊന്നും ഈ ഏർപ്പാട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണ്ടേ? ഇത് ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം ആലോചിക്കുക. കേരള വഹാബികളിൽ പല വിഷയങ്ങളിലും എന്ന പോലെ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോവുക എന്ന വിഷയത്തിൽ അവരുടെ നിലപാട് തീർത്തും ഒറ്റപ്പെട്ട നിലപാടാണ്. തീർത്തും ഒറ്റപ്പെട്ട നിലപാടാണ്. അല്ലെന്ന് പറയാൻ, തെളിയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. തീർത്തും ഒറ്റപ്പെട്ട നിലപാട്. പരിശുദ്ധ ഖുർആന്റെ പിന്തുണയില്ല, ഹദീസുകളുടെ പിന്തുണയില്ല, മഹാന്മാരാകുന്ന ഇമാംമാരുടെ പ്രോത്സാഹനമോ അനുവാദമോ ഇല്ല, അവരുടെ നേതാക്കന്മാരുടെ പോലും അനുവാദമില്ല. ചരിത്രപരമായി ഒരു പാരമ്പര്യവും അവകാശപ്പെടാൻ പറ്റാത്ത, ചരിത്രപരമായി ഒരു പിന്തുണയുമില്ലാത്ത, തീർത്തും ഒരു പുത്തൻ ആചാരം മാത്രമാണ് സ്ത്രീകൾ പള്ളിയിൽ പോയി ഇബാദത്തുകൾ നിർവഹിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കേരള വഹാബിസത്തിന്റെ നിലപാട് എന്ന് നമുക്ക് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും അതുപോലെ തന്നെ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. 11:30 മണിക്ക് തുടങ്ങേണ്ടുന്ന ക്ലാസ്സാണ്. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് 12 മണിക്കാണ് നമുക്ക് തുടങ്ങാൻ സാധിച്ചത്. ഇനി ശേഷം വിശാലമായ ചർച്ച നടക്കേണ്ടതുണ്ട്. സമയം ഒരുപാട് വൈകിപ്പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഈ വിഷയ സംബന്ധമായി കൊണ്ട് ഒരുപാട് ഹദീസുകളെ കുറിച്ചും ഒരുപാട് ഇബാറത്തുകളെ കുറിച്ചും മറ്റ് ചരിത്ര തുണ്ടുകളെ കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട്. അവസരം പോലെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവസരം പോലെ ആ കാര്യങ്ങൾ നിർവഹിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദ്, വളരെ ആനുകാലികമായ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള രീതിയിലുള്ള അവതരണം. ഇൻഷാ അല്ലാഹ് സന്തോഷം. പിന്നെ ഉസ്താദ്, ഞാൻ ഇതിലൊരു സംശയം ചോദിക്കുന്നത്, AP ഭാഗത്തിൻ്റെ സുന്നികളുമായി
പിന്നെ നമുക്ക് സെൽഫികൾക്കെതിരായി ഐക്യപ്പെട്ട് കാരണം ഉസ്താദ് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച അല്ലെങ്കിൽ ആ സംവാദം നടത്തിയ വിഷയങ്ങൾ ഇവിടുത്തെ നമ്മുടെ ഗ്രൂപ്പായ ഗ്രൂപ്പിൽ റൂമിലിടുകയും അത് ആളുകൾ കേൾക്കുകയൊക്കെ ചെയ്തെന്നാണ്. അപ്പോൾ അവർക്ക് ഉസ്താദും ഒക്കെ ഒന്നിച്ചിരുന്നു കൊണ്ട് ഐക്യപ്പെട്ടുകൊണ്ട് സലഫികൾക്കെതിരെ ഒന്ന് അല്ലെങ്കിൽ അവരെ സലഫികൾക്കെതിരെ ഈ സംവാദം നടത്താൻ ഉസ്താദ് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അവരുമായിട്ട് യോജിച്ചുകൊണ്ട് അത് ഉസ്താദ് ഒന്ന് മറുപടി പറഞ്ഞാൽ എനിക്ക് പറയാൻ വിചാരിച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് ഉസ്താദ് അവരുമായിട്ട് യോജിക്കാൻ പറ്റുമെങ്കിൽ യോജിക്കാൻ പറ്റുമെന്ന് പറയാം, അല്ലെങ്കിൽ അവരെ സെൽഫികളേക്കാൾ അപ്പുറമാണെങ്കിൽ അവരുടെ കൂടെ പോകേണ്ടില്ല എന്നുള്ള അടിസ്ഥാനത്തിൽ പറയാലോ. ഉസ്താദ് എന്താണെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് അത് പറയാം. അസ്സലാമു അലൈക്കും. അതിനുവേണ്ടി ഞാൻ കാത്തിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീർച്ചയായും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ പ്രചരണം എന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ടത് എന്ന് മാത്രമല്ല, അത് തന്നെയാണ് നമ്മുടെ വിഷയം. വിശിഷ്യ നമ്മുടെ ക്ലാസ് റൂം പ്രവർത്തിക്കുന്നത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കുവാനും അതിനെ വിമർശിക്കുന്നവരെ ആരോഗ്യകരമായ രീതിയിൽ തീർത്തും ഇസ്ലാമികമായ രൂപത്തിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ അദബുകൾ മാനിച്ചുകൊണ്ട് ആ സംസ്കാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഇവിടെ പ്രിയപ്പെട്ട സഹോദരൻ ചോദിച്ച ഒരു വിഷയം, ഇവിടെ പരാമർശിക്കപ്പെട്ട ആ കക്ഷിയുമായി കൂടി ഈ ദൗത്യം നിർവഹിച്ചുകൂടെ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരനോട് വളരെ വിനയത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി ഞാനൊരു കാര്യം ഉണർത്തട്ടെ. ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, ആ കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്ത ആ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആകുമ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രസിഡന്റ് സ്ഥാനം പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്രസിഡന്റിനെ അവരോധിച്ച ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ട ഒരു സമസ്തയുടെ സെക്രട്ടറി ആകുമ്പോ അവരുടെ സെക്രട്ടറി സ്ഥാനത്തിന് പറ്റാത്തവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സെക്രട്ടറിയെ കണ്ടെത്തിയ ആ വിഭാഗവുമായി ഒരിക്കലും നമുക്ക് യോജിക്കുവാന് ആദർശ പ്രചരണ രംഗത്താണെങ്കിൽ പോലും, കാരണം കണ്ണിയത്ത് ഉസ്താദിനെ പറ്റാതെ പുതിയ പ്രസിഡന്റിനെ ഉണ്ടാക്കിയ, ശംസുൽ ഉലമയെ പറ്റാതെ പുതിയ സെക്രട്ടറിയെ കണ്ടെത്തിയ ആ വിഭാഗത്തോട് എങ്ങനെയാണ് നമുക്ക് ഈ വിഷയത്തിൽ ഒന്നിച്ചിരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ എന്റെ വ്യക്തിപരമായിക്കൊണ്ട് ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പറ്റാത്ത, ശംസുൽ ഉലമയെ പറ്റാത്ത എന്നല്ല, അവർ പ്രസിഡന്റും സെക്രട്ടറിയുമായിരിക്കുമ്പോ മറ്റൊരു പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും കണ്ടെത്തി മറ്റൊരു സമസ്ത തട്ടിപ്പടച്ചുണ്ടാക്കിയ, സംഘടന തട്ടിപ്പടച്ചുണ്ടാക്കിയ ആ വിഭാഗവുമായി ആദർശ പ്രചരണ രംഗത്താണെങ്കിലും ഒന്നിച്ചെതുകൊണ്ട് പ്രവർത്തിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ട്. പ്രിയപ്പെട്ട സഹോദരനെ വളരെ വിനയത്തോടുകൂടി ഞാൻ അറിയിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ ഹലോ കേൾക്കുന്ന ഉസ്താദ്, കാര്യം ചോദിക്കാമായിരുന്നു. ഉസ്താദ്, ഞാൻ ഒരു ദിവസം ഒരു വയലില് കേട്ടിരുന്നു, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരത്തിന് ശേഷം, പള്ളിയിൽ നിന്ന് നിസ്കരിച്ചതിന് ശേഷം തിരിഞ്ഞു നിന്നിട്ട് കല്യാണത്തിന് ശേഷം ഭാര്യയുമായുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്ന ഭർത്താക്കന്മാരുണ്ടോ, അതായത് ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ പുറത്ത് പറയുന്ന ഭാര്യമാരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഒരു പെണ്ണാണ് പറഞ്ഞത്, ഉണ്ട് ഉസ്താദ്, പെണ്ണുങ്ങളിലും അങ്ങനെയുണ്ട്, ആണുങ്ങൾ ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ പുറത്ത് പറയുന്ന പെണ്ണുങ്ങന്മാരുണ്ട് എന്ന് പറഞ്ഞതൊരു പെണ്ണാണ്. അപ്പൊ ആ സമയത്ത് പള്ളിയിൽ നിന്ന് നിസ്കാരത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അപ്പൊ ആ സമയത്ത് പെണ്ണും പള്ളിയിലുണ്ടായിരുന്നു, അതല്ല അത് പെണ്ണ് ആ സമയത്ത് വന്നതാണോ എന്താണെന്ന് അറിയില്ല. അപ്പൊ അതൊന്നും ഉസ്താദ് ഒന്ന് പറഞ്ഞു തരാണെങ്കിൽ ഒരു ഇതുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. വഹാബികൾ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന പല സംഭവങ്ങളും പല ഹദീസുകളുമുണ്ട്. കൂട്ടത്തിലൊരു സംഭവമാണ് പ്രിയപ്പെട്ട സഹോദരൻ ഏതോ പ്രസംഗത്തിൽ കേട്ടു എന്ന് പറയുന്നതും. ഇവിടെ നമ്മുടെ വിഷയം, സ്ത്രീകളെ നിങ്ങൾ പള്ളിയിലേക്ക് വന്നുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കണം, നിസ്കാരങ്ങളിൽ പങ്കെടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി, നബി തങ്ങൾ പ്രോത്സാഹനം നൽകിയതായി വല്ല രേഖയുമുണ്ടോ? ഇതാണ്. പുരുഷന്മാരോട് ഇഷ്ടം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ് എന്നിങ്ങനെ പല ഹദീസുകളുമുണ്ട്. പള്ളിയുമായി ബന്ധപ്പെടുന്ന പുരുഷന്മാർ, പള്ളിയിൽ വന്നുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുന്ന പുരുഷന്മാർ, അവരെ പ്രശംസിച്ചുകൊണ്ടും അവർക്കുള്ള പ്രതിഫലങ്ങൾ പറഞ്ഞുകൊണ്ടും ധാരാളം ഹദീസുകൾ കാണാം. ഈ രൂപത്തിൽ സ്ത്രീകളെ നിങ്ങൾ പള്ളിയിലേക്ക് വരണം, സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിച്ചാൽ അതിൽ നിങ്ങൾക്ക് പുണ്യമുണ്ട് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞതായിക്കൊണ്ട് ഒരു ദഈഫായ ഹദീസെങ്കിലും ഉദ്ധരിക്കാൻ സാധിക്കുമോ? ഇതാണ് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ സ്ത്രീകൾ പള്ളിയിൽ വരുന്നതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചതായിക്കൊണ്ട് കാണുകയില്ല എന്ന് മാത്രമല്ല, നിരുത്സാഹപ്പെടുത്തിയതായിക്കൊണ്ട് ധാരാളം കാണാനും സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ അങ്ങയുടെ കൂടെ ജമാഅത്തിൽ പങ്കെടുത്തുകൊള്ളട്ടെ എന്ന് ചോദിച്ച സഹാബി വനിതയോട് നിനക്ക് അതിനേക്കാൾ നല്ലത് നിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു. നമ്മുടെ വിഷയം അതാണ്. വല്ല പ്രോത്സാഹനവും നബി സല്ലല്ലാഹു നൽകിയിട്ടുണ്ടോ? വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ കിട്ടാത്തൊരു പുണ്യം നിങ്ങൾക്ക് പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ലഭിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മറ്റു സ്ഥലങ്ങളിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും മെച്ചമുള്ള കാര്യം വീട്ടിൽ വെച്ചുകൊണ്ട് പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കലാകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നബി തങ്ങൾ ഒരിക്കലും ഈ സംഗതി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ടാണ് നാം പറയുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും നല്ലത് അവരുടെ വീടുകളാകുന്നു. എന്നാൽ വീടിനെ അവഗണിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോ അവിടെ പല രൂപത്തിലും മസ്അലകൾ, അതിന്റെ ഹുക്കുമുകൾ മഹാന്മാരാകുന്ന ഉലമാക്കൾ വിശദീകരിക്കുന്നു. കറാഹത്ത് സംഭവിക്കാം, ഹറാമ് സംഭവിക്കാം എന്ന് മാത്രമല്ല, ഫിത്നകൾ വർദ്ധിച്ച ഇക്കാലത്ത് തീർച്ചയായും ഹറാമ് തന്നെയാകുന്നു, വരാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹുവിനെ പോലെയുള്ള മഹാന്മാരാകുന്ന ഉലമാക്കൾ വിവരിച്ചിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും നബി തങ്ങൾ പെണ്ണുങ്ങളെ നിങ്ങൾ പള്ളിയിലേക്ക് വരണം, നിങ്ങൾ എന്റെ കൂടെ ജമാഅത്തിൽ പങ്കെടുത്തുകൊള്ളൂ, നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ലഭിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഒരു സംശയം. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട്? വിവാഹിത നിക്കാഹ്, അതായത് വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് നിലവിൽ വിവാഹം നിക്കാഹ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഏതെങ്കിലും വിവാഹം നിക്കാഹ് ചെയ്തിട്ട് അതും പിന്നെ ഇസ്ലാമിൽ പെടാത്തതോ എന്താ കാരണത്താൽ ഒഴിവാക്കിയിട്ടുണ്ടോ? എന്താണ് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. യാസിപ്പൊന്നില്ലേ രാജിവെച്ചാ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തെ, ആരും രാജിവെച്ചിട്ടില്ല, ആരും പോയിട്ടില്ല. നിങ്ങൾക്കുള്ള റെഡി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇപ്പോ ഫുറൻവരി ഉസ്താദിന്റെ ക്ലാസ് ആണ് നടക്കുന്നത്. ഉസ്താദ് 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉസ്താദ് വരും. അത് കേൾക്കുന്നു, ഉസ്താദ് കേൾക്കുന്നുണ്ട്. ഉസ്താദ് റെഡിയാകുമ്പോൾ റൈസ് ഹാൻഡ് ചെയ്തിട്ട് മൈക്ക് റിലീസ് ചെയ്യാം. അതിനിടക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ട സമീപ ദിവസങ്ങളിൽ സമീപ ദിവസങ്ങളിൽ ഏറെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുള്ള ചില ചർച്ചകൾ നമ്മൾ പുറത്തവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഉസ്താദ് വളരെ പെട്ടെന്ന് തിരിച്ചു വരും. അപ്പോൾ സുഹൃത്തുക്കളോട് പറയാനുള്ള, ചോദിക്കാനുള്ള, ആവശ്യപ്പെടാനുള്ള ഒരു വിഷയം ഇന്നിപ്പോ ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല എന്ന് സംസാരിച്ചിട്ടുള്ള ഉസ്താദ് അവതരണ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിട്ടുള്ള, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വന്ന് കേട്ടിട്ടുള്ള ആളുകളെ പലരെയും നമുക്ക് പരിചയമുള്ള ആളുകളുണ്ട്, ഇല്ലാത്ത ആളുകളുണ്ട്. ഏതായാലും നിങ്ങൾക്കുള്ള വിയോജിപ്പുകളൊക്കെ രേഖപ്പെടുത്താനും ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ, ഇനി ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണെങ്കിലും കുഴപ്പമില്ല, പ്രമാണബന്ധിതമായ ഉസ്താദ് മറുപടി പറയും. അപ്പൊ ആ വിഷയത്തിൽ തന്നെ ഊന്നി നിന്നുകൊണ്ട് ആളുകൾ ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുക. എർസിക്കേപ്പിന്റെ ഒന്നും മൈക്കിൽ വന്നാൽ കുഴപ്പമില്ല, കാരണം അദ്ദേഹത്തെ കാണാഞ്ഞിട്ട് ചില ആളുകൾക്ക് വല്ലാതെ പ്രയാസമുണ്ടെന്ന് തോന്നുന്നു. എർസിക്കേപ്പിന്റെ ശബ്ദം കേൾക്കാഞ്ഞിട്ട്. അങ്ങനെയുണ്ട്, സാധാരണ കാണുന്നവരെ കാണാതിരിക്കുമ്പോൾ വലിയ പ്രയാസമാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോ ഇടക്ക് ഇങ്ങനെ ഒരു തരം എന്താ പറയാ, ഒരു തരം അസഹിഷ്ണുത എന്നോ അതല്ലെങ്കിൽ എന്തോ ഒരു ചൊറിച്ചിൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന എന്തോ ഒരു ചൊറിച്ചിൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്രശ്നം ഇവിടെ വളരെ കാര്യമായി. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം കഴിഞ്ഞ ഒരാഴ്ച 10 ദിവസത്തോളമായി ഇവിടെ പലരും, ചില ആളുകൾ ചില സമയത്ത് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു പോകും.
ആ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ചിലത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിക്കുന്നതെന്ന് അറിയാതെ വാതിൽക്കലൂടെ കട്ടിൽ പിടിച്ച ആളുകളെ പോലെ കുറെ ആളുകളും ചെന്ന് പിടിക്കുന്ന ഇയാളും ചെന്ന് പിടിച്ചു. എങ്ങോട്ടാണ്, ഉള്ളിലോട്ടാണോ പുറത്തോട്ടാണോ എന്ന് അറിയാതെ പിടിക്കുന്ന ആളുകളുണ്ട് കുറെ. പലപ്പോഴും അവരുടെ സഹായം ഇവിടെ നടക്കുന്ന ചർച്ചയിൽ ഇടപെടുന്ന ആളുകൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അത് ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്നത് പോലെ മറ്റു പലർക്കും. ഏതായാലും വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു പലപ്പോഴും പലയിടത്തും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമുക്ക് അപ്രിയ സത്യങ്ങൾ മൂടി വെക്കുന്നു എന്ന് പറയാറുണ്ട്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം അപ്രിയ സത്യങ്ങൾ ഇല്ല എന്ന് തുറന്നു പറയുന്ന ഒരു വേദിയാണ്. കാര്യം വളരെ സുതാര്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ വിഷയത്തിൽ മാത്രമല്ല, നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയഗതിയിൽ പൂർണ്ണമായും, അത് കർമ്മശാസ്ത്ര രംഗത്താവട്ടെ അതുപോലെ വിശ്വാസ കാര്യങ്ങളിലാവട്ടെ, ഏത് വിഷയത്തിലാണെങ്കിലും പൂർണ്ണമായ ബോധ്യം വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ പരിപാടിക്ക് ഈ ഒരു ആശയത്തോട് ചേർന്ന് നിൽക്കുന്നത്. നമ്മുടെ ഉസ്താദുമാർ വളരെ കൃത്യമായി അതിന് കാലാകാലങ്ങളിൽ മറുപടി ഒരിക്കലും എവിടെയെങ്കിലും മുഖം കെട്ടിട്ടില്ല, എവിടെയെങ്കിലും ഉരുളേണ്ടി വന്നിട്ടില്ല, എവിടെയെങ്കിലും വക്രീകരിക്കേണ്ടി വന്നിട്ടില്ല, എവിടെയെങ്കിലും ഒളിച്ചോടി പോകേണ്ടി വന്നിട്ടില്ല. അതിനൊക്കെ കാരണം നേരിന്റെ പൂർണ്ണമായ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണ്. യാഥാർത്ഥ്യം കയ്യിലുണ്ടെങ്കിൽ ആരും ഭയപ്പെടണം. സുഹൃത്തുക്കൾ ക്ഷമിക്കണം, ഉസ്താദ് വളരെ പെട്ടെന്ന് വരാൻ അറിയിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാത്തത്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും എന്ന് എനിക്കറിയാം. അത് ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ തന്നെ ചോദിക്കുന്നത് ആയിരിക്കും നല്ലത്. അല്ലാതെ അത് ആവർത്തിക്കുകയും ഒരുപക്ഷെ ഒന്നിലധികം ആളുകൾ ചോദിക്കുമ്പോൾ ശ്രോതാക്കളിൽ അത് അങ്കലപ്പുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ ഉസ്താദിന്റെ സാന്നിധ്യം പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നത്. നമുക്ക് അറിയാം, ആദർശ ബോധന രംഗത്തെ മഹാനായ നാട്ടിക ഉസ്താദിന്റെയൊക്കെ സേവനം അറിയാവുന്നവർക്ക് ഇതുപോലെ നമുക്ക് തുറന്നു വെച്ച ഒരു ആഗോള ജാലകത്തിലൂടെ സംസാരിക്കാനുള്ള മഹാസൗഭാഗ്യം ഒന്നും ലഭിക്കാതെ മഹാനായ നാട്ടിക ഉസ്താദിനെ പോലെയുള്ള നമ്മുടെ തൊട്ടു മുമ്പ് കടന്നുപോയ മഹാരഥന്മാരായ നമ്മുടെ ഉലമാക്കൾ ശംസുൽ ഉലമയും കെ വി ഉസ്താദും നാട്ടിക ഉസ്താദും ഒക്കെ മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാരും ഒക്കെ നിലനിർത്തിയിട്ടില്ല. അവരൊക്കെ ഈ പ്രതിരോധ രംഗത്തും ആദർശബോധന രംഗത്ത് കേരളത്തിലെ മുസ്ലിം സമൂഹം അധിവസിക്കുന്ന, മുസ്ലിം സമൂഹം പേരിനെങ്കിലും ഉള്ള ഏത് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും അവിടെയൊക്കെ ഇത്തരം സംവാദങ്ങളും ഇത്തരം ഖണ്ഡന പ്രസംഗങ്ങളും നടന്നിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ തെക്കൻ കേരളത്തിലൊക്കെ പിൽക്കാലത്ത് മാത്രം മുസ്ലിം ജനസാന്നിധ്യം, മുസ്ലിം സമൂഹം എത്തിയിട്ടുള്ള, നമ്മുടെ ആളുകൾ ചെന്ന് പാർത്തിട്ടുള്ള പ്രദേശങ്ങളിൽ അവിടെയൊക്കെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. പക്ഷെ മലബാറിലെ, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തലമുറ അതല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ തലമുറ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ ഏതാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ അതിന്റെ ആദ്യ 1-2 ദശകങ്ങൾക്ക് ശേഷം കേരളത്തിലെ രണ്ടാം ദശകത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ പടർന്നു കയറിയിട്ടുള്ള ഈ കക്ഷികളുടെ ഈ ചിന്തകൾ, അവയ്ക്കൊക്കെ തടയിടാൻ വേണ്ടി യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, യഥാർത്ഥ ദീൻ എന്താണ്, പൈതൃകവും പാരമ്പര്യവും ഉണ്ടോ, അത് പറ്റുമോ, എവിടെയാണ് പൈതൃകവും പാരമ്പര്യവും ഒക്കെ തള്ളിക്കളഞ്ഞ സമൂഹം എവിടെയാണ്, എക്കാലത്തും എല്ലായിടത്തേക്കും എല്ലാ കുപ്പായും പറ്റൂ എന്നൊക്കെ പറയാൻ വേണ്ടി വളരെ കൃത്യമായി, ക്ഷമിക്കണം, എന്താണ് ഞാൻ കേൾക്കുന്നുണ്ടോ? കേൾക്കാലല്ലേ? അപ്പോൾ ഓഫർ അൻവർ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ചോദ്യം ചോദിക്കേണ്ടുന്ന ആളുകൾക്ക് ദയവായി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ധാരാളം ആളുകൾ ഇപ്പോൾ ഈ ഇവിടെ നടന്നിട്ടുള്ള പ്രസംഗവുമായി ബന്ധപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നാം പ്രോത്സാഹിപ്പിക്കുന്നത്. അത്തരം ചോദ്യങ്ങളിലേക്ക് വരട്ടെ. മറ്റു ചോദ്യങ്ങൾ ഇൻഷാല്ലാ അതിന് അവസരം ഉണ്ടാകും. ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയമുള്ള ആളുകൾ ചോദിക്കുക. ഉസ്താദ് മൈക്കിലേക്ക് വരട്ടെ, അതിനുശേഷം മറ്റുള്ള ആളുകൾ മൈക്കെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു അത്യാവശ്യ വിഷയത്തിന് വേണ്ടി കുറച്ച് സമയം പുറത്തു പോയതായിരുന്നു. അതിനുശേഷം എന്തൊക്കെ അവിടെ നടന്നു എന്നുള്ളത് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട മസ്നവി ഉസ്താദ് മൈക്കിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ആദർശ സംബന്ധമായ വിഷയങ്ങളിലുള്ള ചർച്ചയാണ് നമുക്ക് ഇപ്പോൾ നടക്കേണ്ടത്. പ്രിയപ്പെട്ട സഹോദരന്മാർ, അതിനുവേണ്ടി മൈക്കിലേക്ക് വരണമെന്ന്
വളരെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഞാനൊരു ചോദ്യം ചോദിച്ചു. ഉസ്താദ് ശ്രദ്ധിച്ചു, നേരത്തെ ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട്, നിക്കാഹ് എത്ര ചെയ്തിട്ടുണ്ട്, അവർക്ക് നിക്കാഹ് ചെയ്ത് ഒരു തലാക്ക് ചെല്ലേണ്ട ഗതികേട് വന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ. ഇതിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, എന്നാലും ഒരാൾ ചോദിച്ചപ്പോൾ അത് വലിയ ചർച്ചയാണ്. അപ്പോൾ അതിന് ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി ഈ അവസരത്തിൽ ചോദിച്ചെന്നുള്ള ഉസ്താദിന് ഈ അവസരം ഉചിതമല്ലെങ്കിൽ പിന്നീട് പറഞ്ഞു തന്നാൽ മതി. അസ്സലാമു അലൈക്കും. സഹോദരന്റെ സംശയം വളരെ പ്രസക്തമാണ്, അറിഞ്ഞിരിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷെ ഇപ്പോ നമ്മുടെ വിഷയം ആദർശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായതുകൊണ്ട് അത്തരം ചർച്ചകൾ മാറ്റിവെക്കലായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് തോന്നുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവൾ നിക്കാഹ് ചെയ്തപ്പോ തലാക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്, തലാഖുണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. തലാഖുണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ബഹുമാനപ്പെട്ട ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു മവാഹിബുൽ ലദുന്നിയ പോലെയുള്ള കിതാബുകളിലൊക്കെ ആ സംഭവം പറയുന്നുണ്ട്. ഏതായിരുന്നാലും അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ് തലാഖ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ബഹുമാനപ്പെട്ട മവാഹിബുൽ ലദുന്നിയ പോലെയുള്ള കിതാബുകളിൽ അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പക്ഷത്തെയാണ് കൂടുതൽ പ്രബലമാക്കിക്കൊണ്ട് പറയുന്നത്. ഏതായിരുന്നാലും വിശദീകരിച്ച് പറയാൻ അനുയോജ്യമല്ലാത്ത സമയമായതുകൊണ്ട് ആ വിഷയം തൽക്കാലം ഇപ്പൊ അത്രേ പറയുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നമുക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിക്കാഹുകളെ പരിചയപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലാസിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ നേരത്തെ ഒരു ചോദിച്ചിരുന്നു. അപ്പൊ അത് വഹാബിയുടെ പ്രസംഗം എന്നല്ല ഉസ്താദ്, നമ്മളൊരു സുന്നിയുടെ പ്രസംഗം തന്നെയായിരുന്നു. ഇ പി അബൂബക്കർ കാസിമി കൊല്ലം എന്നുള്ള ഉസ്താദിന്റെ വയലിൽ കുടുംബ ജീവിതത്തിനെ പറ്റിയിട്ടുള്ള ഒരു വയലിൽ കേട്ടതായിരുന്നു ഉസ്താദ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ പെണ്ണുങ്ങൾ പള്ളിയിൽ ഉണ്ടായത് കൊണ്ട് നബി അതിനെ വിലക്കിയിരുന്നോ, അതല്ലെങ്കിൽ നബി പള്ളിയിൽ വരരുത് എന്ന് പറഞ്ഞിരുന്നോ ഒന്നും പറഞ്ഞതായിട്ട് കേട്ടില്ല അതില്. പക്ഷെ അതില് പറഞ്ഞത് നബി ഒരു കാര്യം ചോദിച്ചു, അതിന് മറുപടിയായിട്ട് പെണ്ണാണ് അതിന് ഉത്തരം പറഞ്ഞത്, അതിന് മറുപടി കൊടുത്തത് ഒരു പെണ്ണാണ്. അപ്പൊ നബീന്റെ കാലത്ത് അങ്ങനെ ഇമാമായി നിൽക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ മാമൂമായിട്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. നമുക്ക് അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരന്റെ സംശയം കേട്ടല്ലോ. അതിനു മുമ്പ് പ്രിയപ്പെട്ട നിയാസലി എന്ന സഹോദരനോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ഹദീസ് അതെ കട്ടുമുറിക്കരുത്. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. ഹദീസ് കട്ട് പറയരുത്. അതിന്റെ ബാക്കി ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന എന്ന ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് സ്ത്രീകൾ പള്ളിയിൽ വന്നുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടോ? ഇത് കാണാൻ സാധ്യമല്ല. എന്നാൽ പലപ്പോഴും പല സമയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുത്തിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്, സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്ത്രീകൾ പള്ളിയിൽ വന്നുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുന്നതിന് വല്ല പുണ്യവുമുണ്ടോ, അവർക്കതുകൊണ്ട് വല്ല മെച്ചവുമുണ്ടോ? പ്രത്യേകിച്ച് ഇക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം അംനുൽ ഫിത്നയുടെ കാലഘട്ടമായിരുന്നു, നിർഭയത്വമുള്ള കാലഘട്ടമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമയം. അതിനുശേഷം സ്ത്രീകൾക്കിടയിൽ ഉണ്ടായ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതും അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പ്രവർത്തിച്ചതുമായ പല സംഭവങ്ങളും നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലൗ അദ്റക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിക്കുകയാണെങ്കിൽ, മാ അഹദസൻ നിസാഉ, സ്ത്രീകൾ അവർക്കിടയിൽ ഉണ്ടാക്കി തീർത്ത കാര്യങ്ങളെ നബിതങ്ങൾ എത്തിക്കുകയായിരുന്നെങ്കിൽ നബിതങ്ങൾ അവരെ വിലങ്ങുമായിരുന്നു, ബനു ഇസ്രായേലി സ്ത്രീകളെ പള്ളികളെ തൊട്ട് വിലങ്ങപ്പെട്ടതുപോലെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിക്കൊണ്ട് ഹദീസുകളിൽ കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതല്ല നമ്മുടെ വിഷയം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏതെങ്കിലും ഹദീസിൽ, സഹാബിമാരുടെ ഏതെങ്കിലും ഹദീസിൽ സ്ത്രീകൾ പള്ളിയിൽ വന്നുകൊണ്ട് ഇബാദത്ത് നിർവഹിച്ചാൽ അതാണ് അവർക്ക് ഏറ്റവും നല്ലത്, അവർക്ക് ഉത്തമം അതാണ്, അവർക്കതിന് കൂടുതൽ കൂലി കിട്ടും, കൂടുതൽ പുണ്യം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു പുണ്യവും എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്ക് നല്ലത് പള്ളികളിൽ വരലല്ല, അവരുടെ വീട് വിളിച്ചുകൊണ്ട് നിസ്കരിക്കലാകുന്നു. വീട് ഒഴിവാക്കി പള്ളിയിൽ വരുമ്പോഴോ അതൊരു പക്ഷേ കറാഹത്തോ അതല്ലെങ്കിൽ ഹറാമോ, ഏറ്റവും ചുരുങ്ങിയത് പുണ്യം നഷ്ടപ്പെടുന്ന കാര്യമോ ആവാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ വിഷയം. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഈ വിഷയം കേട്ടപ്പോ എനിക്ക് തോന്നിയ ഒരു സംശയം ചോദിക്കുകയാണ്. ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ പല സുന്നി പള്ളികളിലും സ്ത്രീകൾക്ക് നിസ്കാര ഹാള് എന്ന് പറഞ്ഞിട്ട് പള്ളി അല്ലാത്ത ഒരു ഹാള് റൂമായിട്ട് സജ്ജീകരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ പള്ളിയിൽ പോകുന്നത് ഹറാമാകാൻ സാധ്യതയുണ്ട്, കറാഹത്താകാൻ സാധ്യതയുണ്ട്, പുണ്യം നഷ്ടപ്പെടുന്നതാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ട്. അപ്പൊ അത് ഹറാം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വേറൊരു റൂം ഹാൾ ഉണ്ടാക്കുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, SSF 110 SSF എന്ന ഐഡിയുള്ള സഹോദരൻ, അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് പള്ളി സ്ത്രീകൾക്ക് ഹറാമാവാം, കറാഹത്താകാം എന്നൊക്കെ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ആ പള്ളിയോടനുബന്ധിച്ചുകൊണ്ട് നിസ്കാര ഹാളുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്ക് പോകലോ? എന്താണ് സഹോദരൻ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല. ഏതായിരുന്നാലും സ്ത്രീകൾക്ക് പള്ളി ചിലപ്പോൾ ഹറാമാകും, മറ്റു ചിലപ്പോൾ കറാഹത്താകും എന്നിങ്ങനെയുള്ള വിശദീകരണങ്ങൾ സഹോദരന്റെ ID SSF 110 SSF എന്നായതുകൊണ്ട് സഹോദരന് വേണ്ടി ഞാൻ പറയട്ടെ. SSFകാരുടെ നേതാവ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ ഹറാമും ചിലപ്പോഴൊക്കെ കറാഹത്തും. നിങ്ങളുടെ നേതാവ് കുറച്ചു മുമ്പ് മരണപ്പെട്ടു പോയ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അവരുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ ഹറാമാകും, ചിലപ്പോഴൊക്കെ കറാഹത്താകും, ഏതായിരുന്നാലും ഒരു പുണ്യവുമില്ല എന്ന്. ഇനി പള്ളികളോടനുബന്ധിച്ചുകൊണ്ട് നിസ്കാര ഹാളുകളുണ്ട് എന്ന്. നമ്മുടെ വിഷയം പള്ളിയിലേക്ക് വന്നുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുക ഇതാണ്. നിസ്കാര ഹാളും പള്ളിയും അത് രണ്ടും രണ്ടാ. ഒരുപക്ഷെ രണ്ടും ബിൽഡിങ്ങുകളായിരിക്കാം, അതല്ലല്ലോ. പള്ളിയാകുന്നത് പള്ളിയായി വഖഫ് ചെയ്യുമ്പോഴാ. അതിനു മുമ്പ് അത് കേവലം ഒരു ഹാള് മാത്രമാണ്. മദ്രസ പോലെ, വീട് പോലെ കേവലം ഒരു ബിൽഡിംഗ് മാത്രമാണ്. അതല്ല നമ്മുടെ ഇവിടുത്തെ ചർച്ച. അത്തരം ബിൽഡിങ്ങുകൾ വന്നുകൊണ്ട് സ്ത്രീകൾ നിസ്കരിക്കുന്നത് പാടില്ലാത്ത കാര്യമാകുന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി വീടാവട്ടെ, ബിൽഡിംഗ് ആവട്ടെ, മറ്റേത് സ്ഥലമാവട്ടെ, അന്യപുരുഷന്മാരുമായി കൊണ്ട് കൂടിക്കലരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഹാളിലും പാടില്ല, വീട്ടിലും പാടില്ല. ഇതാണ് സ്ത്രീകളുടെ വിഷയത്തിൽ നാം അറിയേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന വിഷയം. ഹലോ, ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലാന്ന് തോന്നുന്നു. അതായത് പള്ളികള് പോവല് ഹറാമല്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കെ, അപ്പോ പള്ളികളോട് അനുബന്ധിച്ചുണ്ടാകുന്ന ഈ നിസ്കാര ഹാളുകൾക്ക് ബദൽ പള്ളിയിൽ തന്നെ നിസ്കരിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതല്ലേ നല്ലത്? പള്ളിയിൽ നിസ്കരിച്ചാൽ അതിനൊരു കൂലിയുണ്ടല്ലോ. സ്ത്രീകൾക്ക് വീട്ടിൽ നിസ്കരിക്കലാണ് നല്ലത്, അത് ശരിയാണ്. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കുന്നതും പള്ളിയുടെ അടുത്തുള്ള ഹാളിൽ വെച്ച് നിസ്കരിക്കുന്നതും തമ്മിൽ പള്ളിയിൽ നിസ്കരിക്കുന്നതായിരിക്കുമല്ലോ പുണ്യം. അപ്പൊ പള്ളിയിൽ നിസ്കരിക്കൽ ഹറാം അല്ലെങ്കിൽ എന്താ അപ്പോ പള്ളിയിൽ തന്നെ അതിനുള്ള സംവിധാനം ഒരുക്കിക്കൂടെ എന്നാണ് എന്റെ സംശയം. എന്താ സഹോദരനോട് ഞാൻ പറയാ, പള്ളിയും പള്ളിയുടെ അടുത്ത് ഹാളും കൂടിയാകുമ്പോ ഏറ്റവും നല്ലത് പള്ളിയാകുമല്ലോ. ഹാളും കൂടിയാകുമ്പോ പിന്നെ ഏറ്റവും നല്ലത് പള്ളി ആയിരിക്കുമല്ലോ എന്നുള്ളതില്ല. പള്ളി ഒരിക്കലും പുണ്യകരമല്ല. പിന്നെ സ്ത്രീകൾ പള്ളിയല്ലാത്ത സ്ഥലങ്ങൾ വെച്ചുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. അത് ഹാളാവാം, ഇനി മറ്റേതെങ്കിലും വീടുകളോ മറ്റേതെങ്കിലും സ്ഥലങ്ങളൊക്കെ ആവാം. പിന്നെ നമ്മുടെ അമീർ ജിങ്ങല്ലൂർ സാഹിബ് എഴുതിയിട്ടുണ്ട്, കലീൽ തങ്ങളോട് പറയും എല്ലാ പള്ളികളിലും കലീൽ തങ്ങളുടെ പള്ളിയിലൊക്കെ പള്ളിന്റെ തൊട്ടടുത്തായിക്കൊണ്ട് ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ പള്ളിയും പള്ളിയുടെ അടുത്തുള്ള ഹാളും കൂടിയാകുമ്പോ പിന്നെ പള്ളി തന്നെ ആവൂലേ നല്ലത് എന്ന് ചോദിച്ചാൽ അത്
അടിസ്ഥാനരഹിതമായൊരു നിയമമാണ്. അങ്ങനെ നിയമല്ല, അങ്ങനെ മസലല്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഞാൻ നേരത്തെ ചോദിച്ചതിന് ഉസ്താദ് പറഞ്ഞു, മറുപടി പറഞ്ഞു. പക്ഷെ ഉസ്താദ് ചോദിക്കുന്നത് പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് പോകാം എന്നുള്ളതിന് എവിടെയെങ്കിലും ഹദീസ് ഉണ്ടോ എന്നാണ്. പക്ഷെ അപ്പൊ നബി നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിച്ച സമയത്ത് പള്ളിയിൽ ഈ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അതിനൊരു ഹദീസായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടോ? അതല്ലെങ്കിൽ പിന്നെ പെണ്ണുങ്ങൾ പള്ളിയിൽ നബി നിസ്കരിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അതിനായിട്ട് ഹദീസിൽ എവിടെയെങ്കിലും പറഞ്ഞതായിട്ടുള്ളത് ഇതുണ്ടല്ലോ, അതന്നെ ഒരു തെളിവല്ലേ? പിന്നെ നബി നിസ്കരിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു തെളിവെന്നല്ലേ? അപ്പൊ അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ സാർ? സഹോദരന് വിഷയം മനസ്സിലായില്ല. ഞാൻ ചോദിച്ചത്, സ്ത്രീകളെ നിങ്ങൾ പള്ളിയിലേക്ക് വരൂ, നിങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അതാണ് ഏറ്റവും നല്ലത് എന്നിങ്ങനെ സ്ത്രീകളെ പള്ളിയിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന വല്ല ഹദീസുമുണ്ടോ? അങ്ങനെ വിധങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതാ, ഇങ്ങനെ ഒരിക്കലും നബിതങ്ങൾ ഒരിക്കലും സ്ത്രീകളെ പള്ളിയിലേക്ക് പ്രേരിപ്പിച്ചിട്ടില്ല. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, പ്രേരിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളെ പള്ളിയെ തൊട്ട് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം അംനുൽ ഫിത്നയുടെ കാലഘട്ടമാണ്. അന്ന് പൊതുവെ സ്ത്രീകളിൽ ഫിത്നയില്ലാത്ത, സ്ത്രീകൾക്ക് നിർഭയത്വമുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ചില ജമാഅത്തുകളിൽ സ്ത്രീകൾ പങ്കെടുത്തിരുന്നു. എന്നാൽ അതിനുശേഷം അവസ്ഥ മാറിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ ടെക്സ്റ്റിൽ കാണിക്കുന്ന ലൗ അദറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹദസൻ നിസാഉ ലമനഅഹുന്ന എന്ന് പറയുന്ന രൂപത്തിൽ ഇതുപോലെയുള്ള സമീപനമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ, അതുപോലെയുള്ള മറ്റ് പല സഹാബിമാരുടെയും സമീപനമുണ്ടായത്. അപ്പൊ നമ്മുടെ വിഷയം സ്ത്രീകൾക്ക് പള്ളിയിൽ വല്ല ഗുണവുമുണ്ടോ ഇല്ലേ എന്നുള്ളതാ. നബി തങ്ങൾ സ്ത്രീകൾക്ക് പള്ളി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ എന്നതാ. പുണ്യകരമാകുന്നു എന്ന് എവിടെയുമില്ല. നബി തങ്ങൾ അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അന്ന് സ്ത്രീകളിൽ നിർഭയത്വമുള്ള കാലമായതുകൊണ്ട്, നബി തങ്ങളുടെ കാലമായതുകൊണ്ട്, ഇന്നത്തേതുപോലെയുള്ള ഫിത്നയും ഫസാദും ഇല്ലാത്ത സമയമായതുകൊണ്ട് ചില ജമാഅത്തുകളിൽ സ്ത്രീകൾ വന്നിട്ടുണ്ട്. നബി തങ്ങളുടെ കാലത്തിന് ശേഷം സഹാബിമാരാൽ അത് വിലക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ആരും അത്തരം ഏർപ്പാടുകൾ ഉണ്ടായിട്ടില്ല എന്നല്ല, അതിനെല്ലാവരും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. സഹോദരൻ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ വീണ്ടും മൈക്കിലേക്ക് വരണം, ഈ വിഷയം ക്ലിയർ ചെയ്യണം. അസ്സലാമു അലൈക്കും. അതും മനസ്സിലായി. അപ്പോ നബീന്റെ കാലത്ത് പള്ളിയിൽ പെണ്ണുങ്ങൾ വന്നിരുന്നു, പക്ഷെ നബി അതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു ഉസ്താദ് പറഞ്ഞു. അതൊക്കെ ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഹറാമാണ്, പള്ളിയിൽ ഇപ്പോ പെണ്ണുങ്ങൾ പോകുന്ന ഇപ്പോഴത്തെ സാഹചര്യം ഹറാമാണ്, അല്ലെങ്കിൽ കറാഹത്താകപ്പെടും. അപ്പൊ അതല്ലെങ്കിൽ പിന്നെ ഫിത്ന ഇപ്പൊ ഈ പെണ്ണുങ്ങള് മുജാഹിദുകളാണെങ്കിലും ജമാഅത്താരാണെങ്കിലും വഹാബികളൊക്കെ ആണെങ്കിലും പെണ്ണുങ്ങൾ പള്ളിയിൽ പോയിട്ട് എവിടെയെങ്കിലും ഒരു ഫിത്നപരമായിട്ട് എന്തെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ദോഷം വന്നതായിട്ട് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനൊരു ഉദാഹരണം പറയാൻ പറ്റും സാർ? ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സ്ത്രീകൾ പള്ളിയിൽ വരുമ്പോ ഫിത്ന ഭയപ്പെടുന്നെങ്കിൽ ഹറാമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എവിടൊക്കെയാണ് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പച്ചയിൽ പറയാൻ എനിക്കൊരു പ്രയാസമുണ്ട്. സഹോദരന്മാർ ഇവിടെ പേസ്റ്റ് ചെയ്ത് ഇവിടെ ടെക്സ്റ്റ് അടിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ കണ്ട പല സ്ഥലങ്ങളിലും ടെക്സ്റ്റ് അടിച്ച് കാണിക്കുന്നുണ്ട്. സ്ത്രീകൾ പള്ളിയിൽ വരുമ്പോ ഫിത്ന ഭയപ്പെടുന്നെങ്കിൽ അത് ഹറാമാകുമെന്ന് എല്ലാ ഇമാമുമാരും അവരുടെ കിതാബുകളിലും ഹദീസിന്റെ വിശദീകരണങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഫിത്ന കൊണ്ട് ഉദ്ദേശിച്ചത്? ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷൻ സ്ത്രീയെ കാണും, ഇങ്ങനെ കാണാനുള്ള സാഹചര്യം ഉണ്ടാവുക. ഇതൊക്കെ ഫിത്നയുടെ ബാബിൽ, ഫിത്നയുടെ പരിധിയിൽപ്പെട്ടതാ. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യം, ഒരു പെണ്ണ് പള്ളിയിൽ പോകുന്നത് കൊണ്ട് ആ പെണ്ണ് പുരുഷനെയോ അല്ലെങ്കിൽ പുരുഷൻ ഈ പെണ്ണിനെയോ കാണാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ
അതൊക്കെ ഫിത്നയുടെ പരിധിയിൽപ്പെട്ടതാകുന്നു എന്നും അങ്ങനെ വരുമ്പോൾ ഹറാമാകും എന്നും ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ എഴുതി വെച്ചു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതിയത് ഇക്കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോകൽ ഹറാമു തന്നെയാകുന്നു എന്ന്. ഇക്കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോകൽ ഹറാമാകുന്നു, അങ്ങനെ തന്നെയാണ് ഫത്വ കൊടുക്കേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈതമി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുള്ളത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നാം ചിന്തിക്കണം. ഇങ്ങനെ ഒരു ഏതെങ്കിലും മുജാഹിദ് പള്ളിയിലാണെങ്കിൽ, ജമാഅത്ത് പള്ളിയിലാണെങ്കിൽ, പെണ്ണ് പള്ളിയിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ പള്ളിയിൽ തിരിച്ചു വരുമ്പോ ഈ പെണ്ണൊരു ആണിനെയോ അല്ലെങ്കിൽ ഈ ഒരാണ് അന്യപുരുഷൻ ഈ പെണ്ണിനെയോ കാണുന്ന സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിൽ ഏതൊരു പള്ളിയാണ് മുജാഹിദ് പള്ളിയാണ് എന്നുള്ളത്, ഏതൊരു ജമാഅത്ത് പള്ളിയാണെന്നുള്ളത്. അപ്പൊ കാണലും തൊടലും പരസ്പരം ഇടകലരലും ഇതൊക്കെ ഫിത്നയുടെ പരിധിയിൽപ്പെട്ടതാകുന്നു. ഇതൊക്കെ ഹറാമു തന്നെയാണ്. ഇങ്ങനെ വരുമ്പോൾ ഹറാമു തന്നെയാകുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഉലമാക്കൾ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ കാണുന്ന സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ഏത് മുജാഹിദ് പള്ളിന്റെ മുന്നിൽ പോയാലും ജമാഅത്ത് പള്ളിന്റെ മുന്നിൽ പോയാലും ഇങ്ങനെയുള്ള സാഹചര്യം ഇല്ലാത്ത പള്ളികളില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മാത്രമല്ല, പല കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പല വാർത്തകളും പല റിപ്പോർട്ടുകളിലും പല മുജാഹിദ് പള്ളികളും കേന്ദ്രീകരിച്ചുകൊണ്ട് പത്രങ്ങളിലും മറ്റുമായി കൊണ്ടുവന്ന പല വിഷയങ്ങളുമുണ്ട്. അതൊക്കെ പച്ചയിൽ പറയാൻ പ്രയാസമുള്ള കാര്യമാണ്. ആവശ്യമാണെങ്കിൽ വേണമെങ്കിൽ ഞാനതും പറഞ്ഞുതരാം. ഓക്കെ ഉസ്താദ്. അപ്പൊ ഉസ്താദ് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായി. അത് പള്ളിയിലെ ഇങ്ങനെ പോകുമ്പോ അന്യപുരുഷന്മാര് കാണുന്നത് അല്ലെങ്കിൽ അന്യപുരുഷന്മാരായിട്ടുള്ള കൂടി കാണുന്നത് അത് ഹറാമാണ്, അല്ലെങ്കിൽ അത് ഫിത്നയിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ ഉസ്താദ്, പിന്നെ പള്ളീന്റെ അടുത്ത് ഒരു റൂം ഉണ്ടാക്കിയിട്ട് പെണ്ണെങ്കിൽ നിസ്കരിക്കാൻ പറ്റുക. അപ്പൊ അവിടത്തേക്ക് ഒരു പെണ്ണ് പോവുകയാണെങ്കിൽ, നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ, അതിപ്പോ ജമാഅത്തിന്റെ പള്ളിയിലാണെങ്കിലും അല്ല മുജാഹിദുകളുടെ പള്ളിയിൽ പോകുന്നത് പോലെ തന്നെ അല്ലേ പോകുന്നത്? അല്ല അതല്ല കൂടെ നിന്ന് നിസ്കരിക്കുന്നത് മാത്രമാണോ ഫിത്നയപ്പെടുന്നത്? അതല്ല നിസ്കരിക്കാൻ പോകുമ്പോ ഇപ്പൊ നമ്മളെ പള്ളിന്റെ സുന്നികളെ പള്ളിയുടെ അടുത്താണെങ്കിലും മറ്റ് വീടുകളുണ്ടാവും, അല്ലെ കടകളുണ്ടാവും. അപ്പൊ അധികം നമ്മുടെ സുന്നികളെ പള്ളിയിൽ വെച്ച് കഴിഞ്ഞാൽ ടൗൺ ഏരിയകളിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, പിന്നെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ, അല്ലെ അതല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അപ്പൊ ആ സമയത്തും ആൾക്കാരുണ്ടാകുന്ന സ്ഥലം തന്നെയല്ലേ ഈ പള്ളി നമ്മളെ ഇതിലുണ്ട്. അപ്പൊ അവിടെ പോകലും ഒരു ഫിത്നപ്പെടുന്നതല്ല അത്? ഒന്ന് വിശദീകരിക്കണം. സ്ത്രീകൾ എവിടെയാണെങ്കിലും, അത് വീട്ടിലാണെങ്കിലും ഹാളിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അന്യപുരുഷന്മാരെ സ്ത്രീകൾ കാണുക, അന്യപുരുഷന്മാർ സ്ത്രീകളെ കാണുക, ഇത് ശരീഅത്ത് കർശനമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. അതെവിടെയാണെങ്കിലും നിയമം അങ്ങനെ തന്നെയാണ്. അത് ഹാളാവട്ടെ, വീടാവട്ടെ, അങ്ങാടിയാവട്ടെ, പിന്നെ ആശുപത്രിയാവട്ടെ, എവിടെയാണെങ്കിലും പുരുഷൻ പെണ്ണിനെ കാണുക, പെണ്ണ് ആണിനെ കാണുക, ഇത് ഹറാമ് തന്നെയാണ്. ഇങ്ങനെയുള്ള സാഹചര്യം പാടില്ല. നമ്മുടെ വിഷയം ഒരു പെണ്ണ് പള്ളിയിലേക്ക് പോകുമ്പോ ആ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പെണ്ണിന് ഒരു പുണ്യവും ലഭിക്കുന്നില്ല, ഒരു പുണ്യവും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അത് കറാഹത്താകും, അതല്ലെങ്കിൽ ഹറാമാകും. എപ്പോഴാണ് ഹറാമാവുക? ഇങ്ങനെ ഒരു ഫിത്ന ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വീട്ടിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ വെച്ച് നിസ്കരിക്കുമ്പോൾ അവിടെ ഒരു പുണ്യവും, പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു പുണ്യവുമില്ല എന്നൊരു വിഷയം, അഥവാ പെണ്ണിന് ഏറ്റവും നല്ലത് ഈ പള്ളിയല്ലാത്ത മറ്റു സ്ഥലങ്ങളിൽ നിസ്കരിക്കലായിരുന്നു, ആ ഏറ്റവും നല്ലതിനെ അവഗണിച്ചുകൊണ്ടാണ് പെണ്ണ് പള്ളിയിലേക്ക് പോകുന്നത് എന്ന വിഷയമാണ് അവിടെ വരുന്നത്. അതോടുകൂടി പിന്നെ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ കറാഹത്തോ ഹറാമോ. എന്നാൽ ഏറ്റവും നല്ലതിനെ അവഗണിച്ചുകൊണ്ടാണ് പെണ്ണ് ഹാളിലേക്ക് നിസ്കരിക്കാൻ പോകുന്നത് എന്നൊരു പോരായ്മ ഹാളിൽ വെച്ച് കൊണ്ട് നിസ്കരിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയാൻ പറ്റൂല. ഇതാണ് മാറ്റം. ഒരു പെണ്ണ് ഹാളിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അവൾക്ക് ഏറ്റവും നല്ല വിഷയം എന്താണോ അതിനെ അവഗണിച്ചുകൊണ്ടാണ് പെണ്ണ് അവിടെ വെച്ച് നിസ്കരിക്കുന്നത് എന്നൊരു വിശദീകരണം അവിടെ നൽകാൻ സാധ്യമല്ല. അതേസമയത്ത് പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഒരു ഫിത്നയും ഇല്ലാതിരിക്കുകയാണെങ്കിലും അവിടെ ആ പെണ്ണിനെ കുറിച്ച് നമ്മൾ പറയും അത് ഏറ്റവും നല്ലതിന് എതിരാകുന്നു, ഏറ്റവും നല്ലത് പെണ്ണിന് പള്ളിയിൽ പോകാതിരിക്കലായിരുന്നു എന്ന് പറയും. ഇതാണ് രണ്ടും തമ്മിലുള്ള മാറ്റം. പിന്നെ ഫിത്ന എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സ്ഥലത്ത് മാത്രം ഒന്നിക്കുക എന്നുള്ളതല്ല,
നിസ്കാരത്തിന് പോകുന്ന സ്ഥലത്ത് പരസ്പരം കാണലുണ്ടാവുക, അതുപോലെ തന്നെ നിസ്കാരത്തിന് പോകുന്ന സ്ഥലത്ത് പരസ്പരം കൂടിച്ചേരലുണ്ടാവുക, ഇതൊക്കെ ഫിത്നയുടെ പരിധിയിൽപ്പെട്ടത് തന്നെയാണ്. അസ്സലാമു അലൈക്കും ഉസ്താദേ, ഞാന് വഹാബി എന്നല്ല, സുന്നിയാണ്. അപ്പൊ ഇതിൽ റേഡിയോ വഴി ഒരാൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അയാള് മൈക്കെടുത്ത് ചോദിക്കാനോ ഒന്നും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പൊ അത് അയാൾ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ അത് ചോദിച്ചെന്നുള്ളത്. അതുകൊണ്ട് ഉസ്താദ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലായ്പ്പോഴും ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണമെന്ന് മാത്രം വരുത്തിച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞേക്കാൻ മനസ്സിലായി, അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് എനിക്കിപ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഉസ്താദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് പറഞ്ഞു ഫിത്ന ഉണ്ടാവുകൊണ്ടാണ്, അതായത് പെണ്ണ് പള്ളിയിൽ പോകുമ്പോൾ ഫിത്ന ഉണ്ടാകുന്നത് കൊണ്ടാണ് ഹറാമ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പള്ളിയിൽ പോയി ആ അവസ്ഥ പള്ളിയിൽ പോകുമ്പോൾ മാത്രം അല്ലല്ലോ ഉണ്ടാവാറ്. ഇപ്പോൾ ഒരു ടൗണിലേക്ക് ഇറങ്ങിയാലും ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിയാലും എല്ലാം ഹറാമുണ്ടാവും. അപ്പോൾ സ്ത്രീകൾക്ക് വീടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാനുള്ള ടൈം തന്നെ ഉണ്ടാവുള്ളൂ. ആ നിങ്ങൾ ഉസ്താദ് പറഞ്ഞ ഫിത്ന ആണെങ്കിൽ ഇപ്പൊ അന്യപുരുഷന്മാരെ കാണാം, അതായത് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയി അന്യപുരുഷന്മാരെ കാണാതെ പോകുന്ന ഏതെങ്കിലും സ്ത്രീകളുണ്ടോ? ജസ്റ്റ് കാണാതെ, അത്ര തന്നെയല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരു മുജാഹിദ് പള്ളികളിലേക്ക് പോകുമ്പോഴുണ്ടാവുന്ന ഫിത്ന. ഏത് മാർക്കറ്റിൽ ഏത് ഇപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും എന്ത് പോവുകയാണെങ്കിലും. അപ്പൊ ഫിത്ന ഈ പള്ളിയിലേക്ക് മാത്രമാണോ, അതോ മാർക്കറ്റിലേക്കും ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ ആ ഹറാമ് നേരെ ഹലാലാവുമോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദിനെ കാണാത്തോണ്ട് മൈക്കെടുത്താണ്. ഉസ്താദ് വരുമ്പോൾ അതിന് തക്കതായ മറുപടി തരും. പക്ഷെ അവിടെ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പള്ളിയിലേക്ക് പോകുന്നതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ നിസ്കരിക്കാം. അത് ആശുപത്രി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പെട്ടെന്ന് മൈക്കെടുത്ത് കിട്ടുന്നില്ല. നമ്മുടെ നാട്ടിലെ നെറ്റാണ്. അപ്പോ നെറ്റ് ചിലപ്പോൾ പെട്ടെന്ന് സ്ലോ ആകും. അപ്പൊ മൈക്കെടുത്താൽ പെട്ടെന്ന് കിട്ടൂല. അതാണ് വൈകാൻ കാരണം. പിന്നെ കല്യാണത്തിന് പോകുമ്പോ, അതുപോലെ തന്നെ അങ്ങാടിയിലേക്ക് പോകുമ്പോ, മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോ ഏത് പെണ്ണാണ് അന്യപുരുഷനെ കാണാത്തത്? അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരനോട് വളരെ സ്നേഹത്തോടു കൂടി പറയട്ടെ, സഹോദരൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഹിജാബോടുകൂടി ജീവിക്കുന്ന കുടുംബത്തെ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളെ സഹോദരൻ കണ്ടിട്ടില്ല. സഹോദരൻ അവരെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയുമോ സഹോദര, എല്ലാ പെണ്ണുങ്ങളും അന്യപുരുഷന്മാരെ നോക്കി നടക്കുന്ന, അതല്ലെങ്കിൽ അന്യപുരുഷന്മാർക്ക് കാണാവുന്ന സ്ഥിതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവരല്ല എല്ലാ പെണ്ണുങ്ങളും. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ നല്ല നല്ല മുഅ്മിനീങ്ങളാകുന്ന, പ്രത്യേകിച്ച് ആലിമീങ്ങളുടെ, സയ്യിദന്മാരുടെ ഭാര്യമാരും അവരുടെ മക്കളും, എത്രയോ ആളുകൾ തിരിച്ചു ജീവിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഏത് പെണ്ണാണ് അങ്ങാടിയിലേക്ക് പോകുമ്പോ, ഏത് പെണ്ണാണ് കല്യാണത്തിന് പോകുമ്പോ ആണുങ്ങളെ കാണാത്തത് എന്ന് ചോദിച്ചത് തീരെ ശരിയല്ല. പ്രിയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കണം, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് പൂർണ്ണ ഹിജാബോടുകൂടി ഒരു പുരുഷന് ഈ സ്ത്രീയെ കാണണമെന്ന് ഉദ്ദേശിച്ചാൽ പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഹിജാബോട് കൂടെയുള്ള നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇഷ്ടം പോലെ സ്ത്രീകളുണ്ട്. അങ്ങനെ ജീവിതം നയിക്കുന്ന ഇഷ്ടം പോലെ കുടുംബങ്ങളുണ്ട്. ആലിമീങ്ങളുടെ കുടുംബങ്ങൾ, സാദാത്യങ്ങളുടെ കുടുംബങ്ങൾ, ആലിമീങ്ങളും സാദാത്യങ്ങളുമല്ലാത്ത നല്ല നല്ല മുഅ്മിനീങ്ങളുടെ കുടുംബങ്ങൾ അങ്ങനെ ധാരാളമുണ്ട്. അങ്ങാടിയിൽ കാണുന്നത് പോലെ എല്ലാവരും വസ്ത്രം മാന്യമായിക്കൊണ്ട് ധരിക്കാതെ അന്യപുരുഷന്മാർക്ക് അവരെ കാണാനും അവർക്ക് അന്യപുരുഷന്മാരെ കാണാനും കഴിയുന്ന രീതിയിലല്ല എല്ലാ മുസ്ലിം സ്ത്രീകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കുടുംബങ്ങളും അങ്ങനെയല്ല. ലോകത്ത് ഫാഷനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് വസ്ത്രധാരണയും ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അത്തരം ഫാഷനുകളിലോ അത്തരം അലങ്കാരങ്ങളിലോ ഒന്നും ശ്രദ്ധ കൊടുക്കാതെ അല്ലാഹു തആല എന്തൊരു ഹിജാബാണോ കൽപ്പിച്ചിട്ടുള്ളത് ആ ഹിജാബിനെ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഒരു ആണിനെയും കാണാതെ, ഒരു ആണിന് ഈ പെണ്ണിനെ കാണാനുള്ള ഒരു സാഹചര്യവും വരുത്താതെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട് എന്ന കാര്യം സഹോദരൻ മനസ്സിലാക്കണം. എല്ലാ പെണ്ണുങ്ങളും അങ്ങാടി കാണുന്ന പോലെ ഇങ്ങനെ പരസ്യമായിക്കൊണ്ട് സൗന്ദര്യം വെളിവാക്കിക്കൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളല്ല. അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കുറിച്ച് നമുക്ക് സംസാരവുമില്ല.
അങ്ങനെയുള്ള പെണ്ണുങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരവുമില്ല. എത്രയോ ഉസ്താദുമാരുടെ വീടുകൾ, എത്രയോ സാദാത്യങ്ങളുടെ വീടുകൾ, എത്രയോ നല്ല നല്ല മുഅ്മിനീങ്ങൾ, ഉസ്താദുമാരുമല്ല സാദാത്യങ്ങളുമല്ലാത്ത ഇത്ര നല്ല നല്ല മുഅ്മിനീങ്ങൾ, ഇഷ്ടം പോലെ കുടുംബങ്ങളെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. അങ്ങനെയുള്ള വീടുകളുണ്ട്, അങ്ങനെയുള്ള സഹോദരിമാരുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കി തീർക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ആണുങ്ങൾ പോണതുപോലെ പെണ്ണിന് അങ്ങാടിയിൽ പോകേണ്ടതുണ്ടോ? ആണുങ്ങൾ പുറത്തിറങ്ങുന്നത് പോലെ പെണ്ണുങ്ങൾക്ക് അങ്ങാടിയിൽ ഇറങ്ങേണ്ടതുണ്ടോ? ഇത് ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ഇനി അങ്ങനെ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ തന്നെ അന്യപുരുഷന്മാർക്ക് തന്നെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കുവാനും കാണുവാനും പറ്റുന്ന രീതിയിൽ മാത്രമേ ഒരു പെണ്ണിന് ഇറങ്ങാൻ സാധിക്കൂ എന്നുള്ളതില്ല. തീർച്ചയായും ഇങ്ങനെ ഈ സാഹചര്യത്തിൽ ഈ ചുറ്റുപാട് ജീവിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്, ധാരാളം സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഉസ്താദ് പറഞ്ഞു അതുപോലുള്ള സ്ത്രീകളുണ്ട്, മോമിനത്തുകാരായ സ്ത്രീകളുണ്ട്, പൂർണ്ണമായിട്ടും പർദ്ദ ധരിച്ചിട്ട് ഇസ്ലാമിന്റെ ഫുൾ വിധിവിലക്കുകളോട് കൂടി പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതായത് പുരുഷന്മാർ ഇങ്ങോട്ട് നോക്കാൻ ശ്രമിച്ചാൽ. ഹലോ സഹോദര, ഒറ്റ മിനിറ്റ്. പർദ്ദ ധരിക്കലോടുകൂടി ഇസ്ലാമിക ഹിജാബ് പൂർണ്ണമായി എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റൂല, അങ്ങനെ ധരിക്കാനും പറ്റൂല. പർദ്ദ ധരിക്കലോടുകൂടി ഇസ്ലാമിക ഹിജാബ്, ആ മറ പൂർണ്ണമായി എന്നൊരിക്കലും പറയാൻ പറ്റൂല. മറ്റ് പല വസ്ത്രങ്ങളെപ്പോലെയും പർദ്ദ ധരിക്കലോടുകൂടി ഒരു പെണ്ണിന്റെ സൗന്ദര്യം വർദ്ധിക്കുകയും സൗന്ദര്യം പ്രകടമാവുകയും ചെയ്യുന്ന പല പർദ്ദകളും ഇന്നുണ്ട്. അപ്പൊ പർദ്ദ, ഇന്ന് കാണുന്ന മുഴുവൻ പർദ്ദകളും അത് ഇസ്ലാമികമായ ഹിജാബാണ്, ഇസ്ലാമികമായ മറയാണ് എന്നൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഒരുപക്ഷെ മറ്റ് വസ്ത്രങ്ങളെക്കാൾ കൂടുതൽ ശരീരഭാഗങ്ങൾ പർദ്ദ കൊണ്ട് മറയാം. പക്ഷേ പർദ്ദ ധരിക്കലോടുകൂടി ഇസ്ലാമികമായുള്ള ഹിജാബ് പൂർണ്ണമായി എന്നൊരിക്കലും മനസ്സിലാക്കാൻ പറ്റൂല. പർദ്ദ ശരീരത്തിന്റെ ആകൃതിയും ശരീരത്തിന്റെ വണ്ണവലിപ്പവും പ്രകടമാകുന്ന രീതിയിലുള്ള, അതുപോലെ തന്നെ ശരീരത്തിന്റെ സൗന്ദര്യം കൂടുതൽ പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഇഷ്ടം പോലെ പർദ്ദകൾ, പല പേരിലുമുള്ള പർദ്ദകൾ ഇന്ന് വിപണിയിലുണ്ട്. അത്തരം പർദ്ദകളൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഹിജാബ്. ഇനി പർദ്ദ ധരിച്ചാൽ തന്നെ മുഖം മറയുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു പെണ്ണിന്റെ ഒരു സ്ത്രീയുടെ സൗന്ദര്യം ഏറ്റവും പ്രകടമാകുന്ന ഭാഗമാണല്ലോ മുഖം. മുഖം ഒരിക്കലും പർദ്ദ കൊണ്ട് മറയുന്നില്ല. അതുകൊണ്ട് പർദ്ദ ധരിച്ചാലും മുഖം മറക്കാത്ത അവസ്ഥയാണ് ഇന്ന് പൊതുവെ സഹോദരിമാർക്കുള്ളത്. അപ്പോ പർദ്ദ ധരിക്കലോടുകൂടി ഇസ്ലാമിക ഹിജാബ് പൂർണ്ണമായി എന്നൊരിക്കലും മനസ്സിലാക്കാൻ പറ്റൂല. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് പറഞ്ഞതുപോലെ ഇസ്ലാമിക വസ്ത്രധാരണത്തോട് കൂടിയിട്ട് എല്ലാ ഇസ്ലാമിക വിധിവിലക്കുകളോടും കൂടിയുള്ള ഒരു പെണ്ണ്, ആ പെണ്ണ്, അതായത് ഒരു പുരുഷൻ ഇങ്ങോട്ട് ആ സ്ത്രീയുടെ ഔറത്ത് പോലും കാണില്ല, അങ്ങനെ ഒരു സ്ത്രീ പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ അതിന്റെ വിധി എന്താണ്? അതാണ് എനിക്കറിയാം. ഇപ്പൊ ഉസ്താദ് നേരത്തെ പറഞ്ഞ എല്ലാ വിധിവിലക്കും, ഇപ്പൊ സാധാരണ ഇപ്പൊ ഫാഷൻ ഷോ അതൊക്കെ നമുക്ക് വിടാം. ഇനിയിപ്പോ ഇതുപോലുള്ള ഒരു പെണ്ണ് പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ എന്താകുന്നു അതിന്റെ വിധി? ഓക്കെ, അസ്സലാമു അലൈക്കും. ഇവിടെ ഇസ്ലാമിലെ പൂർണ്ണമായ ഹിജാബ്, എല്ലാ നിലക്കുമുള്ള മറകളും പൂർണ്ണമായി ധരിച്ചുകൊണ്ട് ഒരു പെണ്ണ് പള്ളിയിൽ പോകുന്നെങ്കിൽ, ഈ മസല ഞാൻ പറയട്ടെ, ഇത് വെറും ഒരു സാങ്കല്പിക മസല മാത്രമാണ്. കാരണം ഈ നിലക്ക് പൂർണ്ണമായി ഹിജാബ് ധരിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ പിന്നെ ആ പെണ്ണ് ഒരിക്കലും പള്ളി എന്ന ഭാഗം ചിന്തിക്കൂല. ഈ നിലക്ക് പൂർണ്ണമായ ഒരു ഹിജാബിനെ കുറിച്ച്, ശരീരത്തിന്റെ വണ്ണവലിപ്പങ്ങൾ പ്രകടമാവാത്ത, അതുപോലെ തന്നെ ശരീരത്തിന്റെ യാതൊരു സൗന്ദര്യ പ്രകടനങ്ങളും ഇല്ലാത്ത, ആളുകളെ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രമല്ലാത്ത, അതുപോലെ തന്നെ മുഖം കാണാത്ത രൂപത്തിലൊക്കെ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് ഒരിക്കലും പള്ളിയുടെ ഭാഗം ചിന്തിക്കൂല. അപ്പൊ ആ നിലക്ക് വെറും ഒരു സാങ്കല്പിക മസല മാത്രമാണ്. ഇനി അങ്ങനത്തെ ഒരു വിഷയം സങ്കല്പിച്ചാൽ തന്നെ ആ നിസ്കരിക്കുന്നത് ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടാനാണല്ലോ. നിസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കൂടുതൽ കൂലി കിട്ടാനല്ലേ. ആ പെണ്ണിന് പള്ളിയിലേക്ക് നടന്ന നടത്തം അതിനേക്കാൾ പെണ്ണിന് നല്ലത്, അതിനേക്കാൾ പെണ്ണിന് ഉത്തമം വീട്ടിൽ വെച്ച് നിസ്കരിക്കലായിരുന്നു. വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ആ പെണ്ണിന് അതിനേക്കാൾ കൂടുതൽ കൂലി കിട്ടുമായിരുന്നു.
അപ്പൊ കൂടുതൽ കൂലി നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള തീർച്ചയായും നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടുന്ന ഒരു പ്രവർത്തനമാണ് ആ പെണ്ണ് ചെയ്തിട്ടുള്ളത്. ഇത് വെറും ഒരു സാങ്കല്പിക മസലയാണ് എന്നതോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ആ പെണ്ണിന് ഏറ്റവും നിസ്കരിക്കുന്നത് അള്ളാഹിന്റെ പക്കത്ത് കൂടുതൽ കൂലി കിട്ടാനാണല്ലോ. അത്ര കൂലി വേണ്ട, എനിക്ക് ഇത്ര മതി എന്നൊരാളും ചിന്തിക്കൂലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനം ആ സ്ത്രീ ഒഴിവാക്കി എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുക. ഹലോ, അസ്സലാമു അലൈക്കും. അതിന്റെ കൂടുതൽ പ്രതിഫലം കിട്ടുമോ അതല്ലെങ്കിൽ കൂടുതൽ പുണ്യം ഏതാണ്, അതല്ല ഉസ്താദ് ഞാൻ ചോദിച്ചത്. ആ പോയ സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീ പോയിട്ടുണ്ടെങ്കിൽ, ഉസ്താദ് പറഞ്ഞു അങ്ങനെ ഒരു സ്ത്രീ പള്ളിയിലേക്ക് പോകുന്നത് ചിന്തിക്കുകയില്ലാന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ള എല്ലാ ഒരുപാട് സ്ത്രീകൾ അങ്ങനെ പള്ളിയിൽ പോകുന്നത് ഫുൾ പർദ ധരിച്ച് ഹിജാബോട് കൂടിയിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്. അങ്ങനെ ഉസ്താദ് പറഞ്ഞ രീതിയിൽ ആ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിധിയാണ് ഞാൻ ചോദിക്കുന്നത്. അത് കൂടുതൽ പുണ്യം ഏതിനാണോ എന്നല്ല ചോദിക്കുന്നത്. അത് ഹറാമാകുമോ എന്നാണ് എന്റെ ചോദ്യം. അസ്സലാമു അലൈക്കും. അത് തഹ്രീമിന്റെ കറാഹത്താകുന്നു. ഈ പറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ പൂർണ്ണമായ ഹിജാബ്, ഈ സ്ത്രീ ഒരു പുരുഷനെ കാണുന്നില്ല, ഒരു പുരുഷന് ഈ സ്ത്രീയെ കാണാൻ ഒരിക്കലും സാധ്യമല്ല. അതുപോലെ തന്നെ മുഖം മറക്കുന്നു, മുൻകൈയും അതുപോലെ തന്നെ കാലിന്റെ ഭാഗവും മുഴുവൻ മറക്കുന്നു, തന്റെ വസ്ത്രം കൊണ്ട് തന്റെ ശരീരത്തിന്റെ അളവുകളും വണ്ണങ്ങളും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഈ രൂപത്തിൽ ഇസ്ലാമികമായ ഹിജാബ് പറഞ്ഞാൽ വെറും പർദ്ദ കൊണ്ട് അവസാനിക്കുന്ന വിഷയമല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ രൂപത്തിൽ പൂർണ്ണമായ ഹിജാബോട് കൂടിയാണ് ഒരു പെണ്ണ് പള്ളിയിൽ പോകുന്നതെങ്കിൽ അത് തഹ്രീമിന്റെ കറാഹത്താകുന്നു. ഇതാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അത് തഹ്രീമിന്റെ കറാഹത്താണ്. അസ്സലാമു അലൈക്കും. ഓക്കെ, അപ്പൊ ഹറാമല്ല എന്നുള്ള ആ വാദമില്ല. അങ്ങനെ ഉസ്താദ് പറഞ്ഞ രീതിയിൽ തന്നെയാണ് സാധാരണ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകേണ്ടത്. അതല്ലാതെ ഫാഷൻ ഷോ ആ രീതിയിലല്ല പോകേണ്ടത്. ഉസ്താദ് പറഞ്ഞ നേരത്തെ പറഞ്ഞ കൃത്യമായ ആണുങ്ങളെ ആകർഷിക്കാത്ത രീതിയിലുള്ള വസ്ത്രധാരം തന്നെയാണ് ഒരു സ്ത്രീ ധരിക്കേണ്ടത്. ഇത് പള്ളിയിലേക്ക് മാത്രമല്ല, ഏത് മാർക്കറ്റിലേക്കായാലും എവിടേക്കായാലും. അപ്പോ അത് ഹറാമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എനിക്ക് അത്ര ആവശ്യമുണ്ടെന്നുള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും. തീർച്ചയായും ഈ പറഞ്ഞ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ തഹ്രീമിന്റെ കറാഹത്താണ്. സഹോദരൻ മനസ്സിലാക്കണം, ഇന്ന് കേരളത്തിലുള്ള ഏത് വഹാബി പള്ളിയാണെങ്കിലും ഏത് ജമാഅത്ത് പള്ളിയാണെങ്കിലും മുഖം മറച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന വഹാബി പെണ്ണുങ്ങൾ, മുഖം മറച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന മൗദൂദി പെണ്ണുങ്ങൾ വെറും പർദ്ദയുടെ വിഷയമല്ല, ഈ പറഞ്ഞ രൂപത്തിൽ പൂർണ്ണമായ ഒരിക്കലും ശരീരത്തിന്റെ ആ അളവും വലിപ്പവും കാണിക്കുന്ന രൂപത്തിൽ തന്റെ വസ്ത്രത്തിൽ എന്തെങ്കിലും മേക്കപ്പുകളോ മറ്റെന്തെങ്കിലും ഡിസൈൻ വർക്കുകളോ ഉള്ള രൂപത്തിലുള്ള വസ്ത്രങ്ങളില്ലാതെ ആ പൂർണ്ണമായ ആ ഹിജാബ്, നമ്മൾ ബുർഖ എന്ന് പറയുന്ന ആ തരത്തിലുള്ള വസ്ത്രങ്ങൾ, ഈ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന ഏതെങ്കിലും വഹാബി പെണ്ണോ മൗദൂദി പെണ്ണോ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. നമ്മൾ അങ്ങാടികളിലും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലൊക്കെ കാണുന്ന ഇഷ്ടം പോലെ വഹാബി പള്ളികൾ, അതുപോലെ തന്നെ മൗദൂദി പള്ളികൾ, ഇവിടെയൊന്നും ഈ പറഞ്ഞ രൂപത്തിൽ പോകുന്നതായിക്കൊണ്ട് ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഏതെങ്കിലും പള്ളിയിൽ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും പുണ്യമുള്ള കാര്യവുമല്ല. അപ്പോഴും അവിടെ തഹ്രീമിന്റെ കറാഹത്താണ് സംഭവിക്കുക. ഏതായിരുന്നാലും ആ പ്രവർത്തനം കൊണ്ട് ഈ പെണ്ണിന് യാതൊരു ഫലവുമില്ല എന്നുള്ളതാണ് ഇസ്ലാമിലെ മസല. ബഹുമാനപ്പെട്ട സൽമാൻ അസരി ഉസ്താദ് മൈക്ക് വേണോ? അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ ആ ചിന്താഗതി ശരിയല്ല എന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ചിന്താഗതി ശരിയല്ല എന്ന് പറയുന്നതിന് ക്ഷമിക്കണം. കാരണം അങ്ങനെ ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടിട്ട് മുഴുവനാഴ്ച ഉസ്താദ് ചിലപ്പോൾ ഒരു ഉസ്താദ് ആവുണ്ടാവും, ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഈ വളരെ വൾഗറായ രീതിയിൽ വസ്ത്രം ധരിക്കുന്നവരും എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട്. അതൊരു വിഭാഗത്തെ മാത്രം അങ്ങോട്ട് ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. ആ രീതിയിൽ ഇഷ്ടം പോലെ ഇസ്ലാമിക വസ്ത്രധാരണത്തോട് കൂടി പോകുന്ന ഇഷ്ടം പോലെ സ്ത്രീകളും മുജാഹിദ് പ്രസ്ഥാനത്തിലുമുണ്ട് എന്ന് ഉസ്താദിനെ അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും. വസ്ത്രധാരണത്തിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലും പൂർണ്ണമായി ഇസ്ലാമിക രീതി സ്വീകരിക്കുന്നവരായിരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ താല്പര്യം.
അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലോ മറ്റേതു പ്രസ്ഥാനത്തിലോ അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർ ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ പൂർണ്ണമായി പാലിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ മാത്രം ഒതുക്കാതെ മറ്റു കാര്യങ്ങളിലും കൂടി അവർ പൂർണ്ണമായി ഇസ്ലാമിക വേഷവിധാനങ്ങൾ, ഇസ്ലാമിക ചിട്ടകൾ പാലിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ സന്തോഷം, ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ സാധാരണ മുജാഹിദ് സമ്മേളനങ്ങളും അതുപോലെ തന്നെ മുജാഹിദ് പരിപാടികളൊക്കെ അതിന്റെ സീഡികളും അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ക്ലാസ് റൂമിലൂടെയും അതുപോലെ തന്നെ മുജാഹിദ് പ്രഭാഷണങ്ങളൊക്കെ നാം കേൾക്കാറുണ്ട്. പല മുജാഹിദ് പള്ളികളുടെ വാർത്തകളും അതുപോലെ തന്നെ മുജാഹിദ് പള്ളികളിൽ നിന്ന് സ്ത്രീകൾ നിസ്കാരം കഴിഞ്ഞു വരുന്ന അതുപോലെ തന്നെ പല സംഭവങ്ങളും പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഇതുവരെയുള്ള അനുഭവം വെച്ചുകൊണ്ട് അങ്ങനെ ഒന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ ഒരു മുജാഹിദ് പെണ്ണ് പൂർണ്ണമായി വസ്ത്രം ധരിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ ശരി, ഓക്കെ, നമുക്ക് സന്തോഷം. ആ വിഷയത്തിൽ പൂർണ്ണമായി ഇസ്ലാമിക രീതി പാലിച്ചതുപോലെ മറ്റു വിഷയങ്ങളിലും കൂടി ആ സ്ത്രീകൾ ഇസ്ലാമിക വിധികൾ പാലിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മാർഗത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് നാം പറയുന്നത്. അപ്പോ ഇനി ഉസ്താദിനോട് ചോദിക്കാനുള്ള വേറൊരു ചോദ്യമാണ്. ഈ സ്ത്രീകള് ജുമാഅത്തിന് പോകുന്ന, അതായത് ഞാനൊരു ഹദീസ് കേട്ടിട്ടുണ്ട്. അതായത് മോമിനത്തുകളായ സഹാബ വനിതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സുബ്ഹി നമസ്കരിക്കാൻ വന്നിരുന്നു എന്നുള്ള ഒരു ഹദീസാണ്. അത് ഇമാം ഷാഫി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഏതാ ഇമാം ഷാഫിയുടെ റിസാല എന്നുള്ള കിതാബിൽ പൂർണ്ണമായി എനിക്ക് ഓർമ്മയില്ല. അപ്പോ ഇത്രയും നിങ്ങൾ ഈ നിഷേധിക്കുന്ന ഈ സ്ത്രീ പള്ളി പ്രവേശനം എന്തുകൊണ്ട് അന്നത്തെ സഹാബ വനിതകൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. സഹോദരൻ പറഞ്ഞതുപോലെ ഒരു സംഭവം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു റിസാലയിൽ പറഞ്ഞിട്ടില്ല. റിസാലയിൽ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അബദ്ധമാണ്, തീർത്തും അബദ്ധമാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് സ്ത്രീകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുന്നൻ നിസാഉ മിനൽ മുഅ്മിനാത്തി അങ്ങനെ തുടങ്ങുന്ന ഒരു ഹദീസാണ്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം സുബി നിസ്കരിച്ചിരുന്നു. അതായത് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഹദീസ്. അങ്ങനെ ഒരു ഹദീസ് ഇമാം ഷാഫിയുടെ റിസാലയിൽ ഇല്ല എന്നാണ് ഉസ്താദ് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. തീർച്ചയായും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു റിസാലയിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഉണ്ട്. ഞാൻ അസ്സലാമു അലൈക്കും. ഇപ്പൊ ഈ വിഷയവുമായിട്ട് ഈ ഹദീസുമായിട്ട് ഞാൻ മുമ്പ് SGV പോയി സംസാരിച്ചിട്ടുണ്ട്. അവരതില് അതിൽ നിന്നും നോക്കിയിട്ടാണ് അത് അവർ പറഞ്ഞു തന്നത് ഉള്ളത്. അവരന്ന് ഇതര കൂട്ടൂർ സക്കാഫിയാണ് ആയിഷ റളിയല്ലാഹു തൊട്ടുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. അവരത് ഒരുപാട് നോക്കിയിട്ട് പിന്നെ എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. ഇനി എനിക്ക് അബദ്ധം പറ്റിയതാണോ ഉസ്താദിന് അബദ്ധം പറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് ബാക്കി ഡീറ്റെയിൽസുമായി നാളെ വരാം. ഓക്കെ, അസ്സലാമു അലൈക്കും. ശരി, ഒരുപക്ഷെ SGV റൂമുകാർക്ക് ഈ വിഷയമൊക്കെ ചിലപ്പോൾ നോക്കി പറയേണ്ടി വരും. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സമസ്തയുടെ ആലിമ്യങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ മദത് കൊണ്ട് നമുക്ക് ഈ വിഷയം നോക്കി പറയേണ്ടതില്ല. ഇതൊക്കെ നമ്മൾ നോക്കി വെച്ച തന്നെയാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ റിസാലയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് 100% തെറ്റാണ്. നിങ്ങൾക്ക് ഇൽഹാമായിരിക്കും നോക്കാതെ തന്നെ ഇൽഹാമിനും കൂടെ. സഹോദര, ഇൽഹാം അല്ല, ഇൽഹാം എന്നാ പറയാ. ഇൽഹാം എന്നല്ല പറയല്, ഇൽഹാം എന്നാ പറയല്. അത് ആദ്യം പഠിക്കേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് തോന്നുന്നു ഉസ്താദ് ഇൽഹാം എന്ന് പറഞ്ഞാൽ വെൽഡിങ്ങിനെ പറയാൻ തോന്നുന്നു. അങ്ങനെ അല്ലേ? റഹ്മാനൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതായത് അറിയാമായിരിക്കും. ഇൽഹാം വെൽഡിങ് ആണെന്ന് തോന്നുന്നല്ലേ? ആയിരിക്കാം. ഏതായാലും ഇത്രയും വലിയ ഒരു ചർച്ച നടക്കുമ്പോ അയാൾക്ക് പറയാനുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉള്ള ആളുകൾ ചോദിക്കുക. ഇത്തരം ആളുകളൊക്കെ എന്ത് കേൾക്കാൻ നിൽക്കുകയാണാവോ? അല്ലാഹു ആലം. വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നേരത്തെ ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ സ്ത്രീകൾ ഇങ്ങനെ ഇസ്ലാമികമായ വസ്ത്രധാരണ രൂപേണ അവര് പള്ളിയിൽ പോവുകയാണെങ്കിൽ
പിന്നെ അത് അനുവദനീയമാണ് എന്നുള്ള ആ രൂപത്തിൽ ഒന്ന് വിശദീകരിച്ചു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഇപ്പൊ പല സ്ത്രീകളും പിന്നെ ഇസ്ലാമിക വസ്ത്രധാരണ രൂപേണ തന്നെയാണ് അവർ പോകുന്നത്. അല്ല, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? എന്നാൽ ഞാൻ കേട്ടുകൊടുത്ത് വെച്ചതായിരിക്കും, എനിക്ക് നിങ്ങളാണല്ലോ പറഞ്ഞു തരേണ്ടത്. ഇപ്പോൾ നമ്മളൊക്കെ മുജാഹിദ് ജമാഅത്ത് മഹല്ലുകളിലൊക്കെ സ്ത്രീകൾ പോകുന്നുണ്ടെങ്കിൽ ഉള്ളിടത്ത് തന്നെ നല്ല രൂപേണ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, മുഖം മാത്രം പിന്നെ വെളിവാക്കിക്കൊണ്ടാണ്. അതുപോലെ എനിക്ക് രണ്ടാമതായിട്ട് ചോദിക്കാനുള്ളത്, മുഖം മറക്കുന്നതിന്റെ ഇസ്ലാമിക വിധി. ഇപ്പോൾ ഞാൻ സൗദിയിലാണുള്ളത്. സൗദിയിലൊക്കെ സ്ത്രീകൾ മുഖം മൂടുന്നുണ്ട്, നമ്മളെ നാട്ടിൽ അത് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ഇസ്ലാമിക മാനം ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്റെ സംശയങ്ങൾ നമ്മൾ കേട്ടു, തീർച്ചയായും വിശദീകരിക്കാം. സഹോദരന്റെ ID ഇവിടെ വായിക്കാൻ കഴിഞ്ഞത് സലഫിയത്ത് 1 എന്നാണ്. ഈ സലഫിയത്ത് 1 എന്നതുകൊണ്ട് എന്താണ് സഹോദരൻ ഉദ്ദേശിച്ചത്? സഹോദരന്റെ ആ ID-യിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സഹോദരൻ ഒരു സലഫിയായിരിക്കുമെന്നാണ് അങ്ങനെയാണോ സഹോദരൻ? ആണോ? സഹോദരൻ ആക്ഷേപിക്കല്ല, അങ്ങനെ പേരിട്ടുകൊണ്ട് ആക്ഷേപിക്കല്ല. സഹോദരൻ സലഫി ആശയക്കാരനാണോ, മുജാഹിദാണോ? പ്രയാസം ഉണ്ടെങ്കിൽ പറയണ്ട, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട, പ്രയാസം ഇല്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അതെ, സലഫി, അതാണ്. എന്നാൽ സഹോദരനോട് ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ചോദിച്ച 1-2 വിഷയങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഒരു ചെറിയ സംശയം സഹോദരനോട്. സഹോദരൻ മൈക്കെടുത്തുകൊണ്ട് ചോദിക്കാൻ തുടങ്ങിയപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞു. ഞാൻ ഗഫൂർ അൻവരി, ഞാനിവിടെ സുന്നി ആദർശത്തെക്കുറിച്ചാണ് പറയുന്നത്. തീർച്ചയായും ഞാൻ തവസ്സുലും ഇസ്തിഗാസയും ഒക്കെ ചെയ്യുകയും അത് സമർപ്പിക്കുകയും എല്ലാം അത് തന്നെയാണ് സത്യമെന്ന് 100% വാദിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ സലഫിയത്ത് എന്ന ID-യിലുള്ള സഹോദരൻ, നിങ്ങൾ സലഫിയാണെന്ന് പറഞ്ഞല്ലോ, മുജാഹിദാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ എന്നോട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരനോട് സംശയം മാത്രം, പ്രയാസം ഉണ്ടെങ്കിൽ പറയണ്ട. ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്നോട് സലാം പറഞ്ഞത്? നിങ്ങൾക്ക് എന്നെക്കുറിച്ച് സലാം പറയാവുന്ന ഒരു മുസ്ലിമാണ് എന്ന അഭിപ്രായമുണ്ടോ? ഞാൻ സലാം പറയാൻ പറ്റുന്ന ഒരു മുസ്ലിമാണെന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങളുടെ നേതാക്കൾ എഴുതി വെച്ചത് തെറ്റാണോ? കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന ഉമർ മൗലവി എഴുതി വെച്ചത് തെറ്റാണോ? മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് ഒരു തവണ വിളിച്ചാൽ 4 തവണ കാഫിറാകും. കേരളത്തിലെ മുസ്ലിയാക്കളൊക്കെ അബൂജഹലിനേക്കാൾ വലിയ മുശ്രിക്കുകളാണ്. ഇതൊക്കെയാണ് എഴുതി വെച്ചത്. അത് തെറ്റാണോ? പ്രയാസം ഉണ്ടെങ്കിൽ പറയണ്ട, അല്ലെങ്കിൽ ആ വിഷയം വിടാം. സലാം പറയൽ എന്റെ കടമ, മടക്കം നിങ്ങളുടെ കടമ. ഞാൻ കടമന്റെ കാര്യമല്ല ചോദിച്ചത് സഹോദര. നിങ്ങൾ എന്നോട് സലാം പറയാൻ പറ്റുമെന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ ചോദിച്ചപ്പോൾ ഉണ്ട് അറിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി വെച്ചത് തെറ്റാണ് എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? അപ്പൊ നിങ്ങൾ കടമന്റെ കാര്യമാണ് പറഞ്ഞത്. അതല്ല, പ്രയാസം ഉണ്ടെങ്കിൽ പറയണ്ട, നേതാക്കന്മാരെ കുറിച്ച് എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞാൽ മതി, വിഷയം നമുക്ക് അവസാനിപ്പിക്കാം. എന്റെ നേതാക്കന്മാരെ കുറിച്ച് എന്നോട് ചോദിക്കരുത്, ഞാൻ കണ്ടത് ചെയ്യാണെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, നമുക്ക് വിഷയം അവസാനിപ്പിക്കാം. മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് ഒരു തവണ വിളിച്ചാൽ, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ, ഒരു തവണ വിളിച്ചാൽ 4 തവണ കാഫിറാകും എന്ന് ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എഴുതി വെച്ചു. അതുപോലെ തന്നെ മക്ക മുശ്രിക്കുകളെക്കാൾ അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കുകളാണ് കേരളത്തിലെ സുന്നി മുസ്ലിയാക്കൾ എന്ന് എഴുതി വെച്ചു. ആ കേരളത്തിലെ സുന്നി മുസ്ലിയാക്കൾ എന്ന് പറയുന്ന ആ മുസ്ലിയാക്കളുടെ കൂട്ടത്തിൽ പറഞ്ഞ മുസ്ലിയാരാണ് ഞാൻ. ഈ സഹോദരനെ പ്രയാസപ്പെടുത്തല്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട. നിങ്ങൾ നോ ആൻസർ അല്ലേ? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഞാൻ മറുപടി പറയാം.
ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പ്രയാസപ്പെടുത്തല്ല, ബുദ്ധിമുട്ടിയാക്കല്ല. ബുദ്ധിമുട്ടാണെങ്കിൽ ആ വിഷയം എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ മതി. ആ വിഷയം എന്നോട് ചോദിക്കരുത്, ഞാൻ സലാം പറഞ്ഞതാണ്, നേതാക്കന്മാർ എഴുതിച്ചതിനെ കുറിച്ച് എന്നോട് ചോദിക്കണ്ട, ഞങ്ങൾക്ക് അങ്ങനെ അന്തല്ലാത്ത കുറെ നേതാക്കന്മാരൊക്കെ ഉണ്ട്, അവർ എഴുതിച്ചതും കൂടി ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി. ആ ശരി, എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ സഹോദരൻ പറയാം, തീർച്ചയായും പറയും. നിങ്ങൾക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. ഞാൻ പറയില്ല, പ്രയാസം ഉണ്ടെങ്കിൽ പറയണ്ട, പ്രയാസം ഇല്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, ഞാൻ പോയിക്കോളാം. നിങ്ങൾക്ക് പോണ്ടി വരും, നിങ്ങൾക്ക് പോണ്ടി വരും. നിങ്ങൾക്ക് പോണ്ടി വരും. കാരണം നിങ്ങൾ ആൺകുട്ടികളെ പോലെ സുന്നികളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിവരറിയോ? അതുകൊണ്ട് സഹോദര, നിങ്ങളെ പ്രയാസപ്പെടുത്തല്ല, ആ വിഷയം എന്നോട് ചോദിക്കല്ലേ, അതിന് ഞാൻ മറുപടി അറിയാൻ ബുദ്ധിമുട്ടുണ്ട്, അതൊന്നും ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്യേണ്ട എന്നുള്ള വിഷയം മാത്രം പറഞ്ഞാൽ മതി. ഏതായിരുന്നാലും സഹോദരൻ പ്രയാസപ്പെടണ്ട, ഞാൻ ആ വിഷയം ഒഴിവാക്കട്ടെ. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള മനസ്സിലായല്ലോ. അപ്പോ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള സഹോദരന്മാർക്ക് തിരിഞ്ഞില്ലേ? കേൾക്കണ സഹോദരന്മാർക്ക് മനസ്സിലായില്ലേ? ഇങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ട് എന്നുള്ള മനസ്സിലായില്ലേ? ഇല്ലേ? ഇനി നമുക്ക് അദ്ദേഹത്തെ ഒഴിവാക്കാം. ഇനി വിഷയം പറയട്ടെ. ഇവിടെയുള്ള ജുമഅക്കും ഇസ്ലാമിക വേഷ മുഖം വെളിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇസ്ലാമിക വേഷമല്ല. മുഖം വെളിവാക്കാം നിസ്കാരത്തിൽ. അന്യപുരുഷൻ കണ്ടാസ്വദിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും മുഖം മറക്കൽ നിർബന്ധമാണ്, മുൻകൈയും മറക്കൽ നിർബന്ധമാണ്. മുഖം വെളിവാക്കിക്കൊണ്ട് എന്ത് ഫർദ് ധരിച്ചാലും ശരി, അത് ഇസ്ലാമിക വേഷമല്ല, അത് ഇസ്ലാമിക വേഷമല്ല. പിന്നെ സൗദി അറേബ്യയിലൊക്കെ സ്ത്രീകൾ മുഖം മറക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ കാണുന്നില്ല, അങ്ങനെ മുഖം മറക്കണേ കാണുന്നില്ല. പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ സലഫികളെ കണ്ടിട്ടുള്ളൂ നമ്മുടെ നാട്ടില്. ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് മാന്യമായി ജീവിക്കുന്ന നല്ല മുഅ്മിനത്തുകളാകുന്ന നല്ല സുന്നി പെണ്ണുകൾ നമ്മുടെ നാട്ടിലുണ്ട്, അവരെ നിങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് മുഖം വെളിവാക്കുക എന്നുള്ളത് ഇസ്ലാമിക വേഷമല്ല. മുഖം വെളിവാക്കിയാൽ ഇത് ഇസ്ലാമിക വേഷം എന്നതിനെ കുറിച്ച് പറയാൻ പറ്റൂല. മുഖം മറക്കണം, മുഖം മറക്കണം, തീർച്ചയായും മുഖം മറക്കണം. മുഖം മറച്ചുകൊണ്ട് ജീവിക്കുന്ന ഇഷ്ടം പോലെ മുഅ്മിനത്തുകളായ നല്ല സുന്നി സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്, വിദേശ രാജ്യങ്ങളിലും ഉണ്ടാവാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സലഫി ടെക്സ്റ്റ് അടിച്ച് പോയങ്ങണ്ട, സലഫി മൈക്കിൽ വന്നോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ കേൾക്കണില്ലേ? കേൾക്കണില്ലേ? ഞാൻ പറഞ്ഞ കേൾക്കണില്ലേ? സലഫി അല്ലല്ലേ, സലഫി എന്ന് പറഞ്ഞൂടാ, സലഫിയ. നിങ്ങൾ മൈക്കിൽ വന്നോളൂ, ടെക്സ്റ്റ് അടിച്ച് ഇടങ്ങാറാണ്ട, മൈക്കിൽ വന്നോളൂ. സലഫിയ റൈസാൻഡ് ചെയ്തോളൂ. ടെക്സ്റ്റ് വായിക്കല്ലേ, നിങ്ങളുടെ ചോദ്യം പൂർണ്ണാകാനാണ്. നിങ്ങളാ നമ്പർ ഇവിടെ KICR നടക്കൂല സുഹൃത്തെ, നിങ്ങളെ നമ്പർ നടക്കൂല. നിങ്ങളെ ചോദ്യം പൂർണ്ണാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റേഡിയോയിലുള്ള ശ്രോതാക്കളുണ്ട്, ഞങ്ങൾക്ക് റേഡിയോയിൽ കേൾക്കുന്ന ആൾക്കാരുണ്ട്, ഓരോ നിങ്ങളെ ടെക്സ്റ്റ് കാണൂല. അപ്പൊ ചോദ്യം എന്താണെന്ന് റേഡിയോയിലുള്ളവർ കേൾക്കണം, അപ്പോഴാ മറുപടി കേൾക്കുക. മറ്റേ നിങ്ങൾ ടെക്സ്റ്റ് അടിച്ചിട്ട് ഉസ്താദ് അതിന് മറുപടി പറഞ്ഞാൽ പിന്നെ നിങ്ങൾ റേഡിയോയിലുള്ള ആൾക്ക് പിന്നെ നിങ്ങൾ മൈക്കിൽ വന്നിട്ട് പറയണം ഞാൻ അതല്ല ചോദിച്ചതെന്ന് പറഞ്ഞാൽ റേഡിയോയിലുള്ള ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കും. അപ്പൊ നിങ്ങൾ മൈക്കിൽ വന്നോ, സലഫിയ മൈക്കിൽ, എന്താ മൈക്കിൽ ഒരത്ര പ്രയാസം? സലഫിയ മൈക്കിൽ വന്നോളൂ എന്നിട്ട് ചോദിക്കുക ഇൻഷാ അല്ലാഹ്. ഓക്കെ, മൈക്ക് റിലീസ്. ടെക്സ്റ്റ് അടിച്ചിട്ട് വലിയ കാര്യം, ടെക്സ്റ്റ് ഇങ്ങനെ ഓവറായി ടെക്സ്റ്റ് അടിച്ചാൽ ഇടേണ്ടി വരും. അപ്പൊ നിങ്ങൾ മൈക്കിൽ വന്നോളൂ. മൈക്കിൽ വരാനുള്ള തന്റെ അല്ലെങ്കിൽ പിന്നെന്താ, അത് ശരി, ഒരു പ്രാവശ്യങ്ങൾ മൈക്കിൽ വന്നു, അതുകൊണ്ട് തന്നെയല്ലേ ഉസ്താദ് മൈക്കിൽ വന്നത്. ഇനി നിങ്ങൾ മൈക്കിൽ ആ ഉസ്താദ് പറഞ്ഞ മറുപടി പൂർണ്ണമാവാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടാവുകയോ ചെയ്തെങ്കിൽ, നിങ്ങളുടെ ചോദ്യത്തിനല്ല മറുപടി എങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൈക്കിൽ ഒന്ന് ചോദിക്ക് സഹോദര, എന്താണ് ഇത്ര പ്രയാസം? മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ വേറൊരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നേരത്തെ ചോദിച്ച അദ്ദേഹം പറഞ്ഞു എല്ലാം മറച്ചുകൊണ്ടാണെങ്കിൽ വിരോധമില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. മറക്കേണ്ട ഭാഗങ്ങളൊക്കെ ശരിക്കും മറച്ചു പോകാൻ വിരോധം ഇല്ല എന്ന് ഉസ്താദ് പറഞ്ഞു എന്ന രീതിയിലാണ് നിങ്ങൾ നേരത്തെ മൈക്കത്തെ പറഞ്ഞത്. അങ്ങനെ ഉസ്താദ് പറഞ്ഞിട്ടില്ല. അപ്പൊ പറയാത്തത് കാര്യം വെറുതെ പറഞ്ഞിട്ട് നിങ്ങൾ ഇതാക്കരുത്.
പിന്നെ തെഹരീമിന്റെ ഹറാമുഞ്ചില്ല, തെഹരീമിന്റെ കറാഹത്ത്. തെഹരീമിന്റെ കറാഹത്ത് പറഞ്ഞാല് ഹറാമിന്റെ കുറ്റാണ് സഹോദര. അത് തെഹരീമിന്റെ കറാഹത്ത് പറഞ്ഞല്ലോ, അത് അതിന്റെ അർത്ഥം തെഹരീമിന്റെ കറാഹത്ത് സാധാരണ കറാഹത്തല്ല, ഹറാമിന്റെ കുറ്റം ഉള്ള കറാഹത്താണ്. അപ്പൊ അതും കൂടി ആ സഹോദരൻ മനസ്സിലാക്കണം. ഹറാമുഞ്ചല്ലോ അല്ലേ? അപ്പൊ എല്ലാം മറച്ചു പോകുന്നത് കൊണ്ട് വിരോധം ഇല്ല എന്ന് ഉസ്താദ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇല്ലാത്തത് ഇവിടെ പറയാത്തത് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കുകയോ പറയുകയോ ചെയ്യരുത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല, നമ്മളെ സലഫിയത്തിനെ എല്ലാരും കൂടിയിട്ട് ഇങ്ങനെ ക്രൂശിക്കരുത്. നമ്മളെ സംവാദ വ്യവസ്ഥയിൽ ഉണ്ടായ ഒരാൾ കൂടിയാണ് മൂപ്പറ്. അപ്പം പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് എന്റെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റ് ഉണ്ട്. സൽമാൻ അലി ഉസ്താദേ, നമ്മളെ സംവാദ വ്യവസ്ഥയിലെ 10 ഒരാൾ കൂടിയാണ് മൂപ്പറ്. അപ്പൊ ഒരു മൗലവി കൂടിയാണ്, ചില്ലറക്കാരനല്ല. അപ്പൊ മൂപ്പർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം. ഇല്ല, ക്രൂശിക്കാനല്ല, എന്താ ചെയ്തോളെ പടച്ചോനും. ഒന്ന് പൊക്കി പറഞ്ഞാലും പ്രശ്നം തന്നെ. എന്റെ പ്രിയപ്പെട്ട സലഫിയത്ത് എന്ന ഐഡിയിലുള്ള സുഹൃത്ത്, നിങ്ങൾ വരി, മൈക്കിൽ വരും, നേർക്കുനേരെ ഞങ്ങൾ ഗഫൂർ ഉസ്താദുമായിട്ട് സംസാരിക്കൂ, ഞങ്ങളും കേൾക്കട്ടെ. നിങ്ങൾ മൈക്കിലേക്ക് വരൂ, മൈക്ക് റിലീസ് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നൂർ ഫൈസൽ ഇസ്ലാമിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, നൂർ ഫൈസൽ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉസ്താദിനോട് ചോദ്യം ചോദിക്കാം. ഞാൻ സൗദി അറേബ്യയിലാണ്. പക്ഷെ ഇവിടെ ഈ സൗദികളെല്ലാം നമ്മൾ ഭക്ഷണം കഴിച്ചതിന്റെ ഈത്തപ്പഴം കഴിച്ച കുരു, അതേമാതിരി ചായ കുടിച്ച ബാക്കി എല്ലാം കഴുകിയ വെള്ളം നാപ്പളം തട്ടുന്നതിനായിട്ട് ഇവര് മരുന്നായി ഉപയോഗിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് നമ്മളെ ഹദീസിലെ ഖുർആനിൽ അങ്ങനെ എന്തെങ്കിലും അത് സംബന്ധിച്ചുള്ള വിധി ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് ഞാൻ ആ ചോദ്യം അത്ര ശ്രദ്ധിച്ചില്ല. ഇത് നൂർ ഫൈസ് ഉസ്താദിനോടാണ് ചോദിക്കാനുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു വിഷയത്തിലേക്ക് തിരിഞ്ഞത്. എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലായില്ല. പിന്നെ നൂർ ഫൈസ് ഉസ്താദിന്റെ ടെക്സ്റ്റ് ഇവിടെ കണ്ടു, അത് ഗഫൂർ അൻവർ തന്നെ പറയുന്നു. അപ്പോഴാണ് ഞാൻ വിഷയം ശ്രദ്ധിച്ചത്. അപ്പൊ ആ സഹോദരത്തിന്റെ മൈക്കിൽ വന്നുകൊണ്ട് ആ വിഷയം തന്നെ ഒന്നും കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ക്ലിയർ ഉണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ ചോദിച്ചത് സൗദി അറേബ്യയിലെ മജ്ലിസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടെ സൗദികൾ നമ്മൾ ഈത്തപ്പഴം കഴിച്ച കുരുവും അതുപോലെ ചായ കാവെല്ലാം കുടിച്ചതിന്റെ ബാക്കി കഴുകിയ വെള്ളം കൊണ്ട് അവരത് നാപ്പലത്തിന് പിരാക്ക് തട്ടുന്നതിന് പകരമായിട്ട് അവര് മരുന്നായി ഉപയോഗിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഖുർആനിലോ ഹദീസിലോ വല്ല വിധികളുണ്ടെങ്കിലൊന്ന് അറിയിച്ചാൽ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈത്തപ്പഴത്തിന്റെ കുരു നാപ്പലത്തിനായി അഥവാ പിന്നെ കണ്ണേറിന് മരുന്നായിക്കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ സലഫിയത്ത് പോയോ? സലഫിയത്തിനെ കാണാനില്ലല്ലോ. സലഫിയത്ത് പോയോ? പോയി. അദ്ദേഹം മൈക്കിലേക്ക് വരാനുള്ള പ്രയാസം എന്താ അറിയോ? ഒരിക്കൽ അദ്ദേഹം മൈക്കിലൊന്ന് സലാം പറഞ്ഞ്, അപ്പൊ ഇനി രണ്ടാമത് മൈക്ക് എടുക്കുമ്പോ ഇനി സലാം പറഞ്ഞാലും കുടുങ്ങി, പറഞ്ഞിട്ടില്ലെങ്കിലും കുടുങ്ങി. ഇതാ അദ്ദേഹം മൈക്ക് വരാനുള്ള പ്രയാസം. ആദ്യം അദ്ദേഹം മൈക്കിൽ വന്ന് സലാം പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോട് വിഷയം ചോദിച്ചപ്പോ അദ്ദേഹം അതിലാകെ പ്രയാസപ്പെട്ട എല്ലാവരും കണ്ടല്ലോ. ഇനിയിപ്പോ രണ്ടാമത് അദ്ദേഹം മൈക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ സലാം പറഞ്ഞാലും പെട്ട്, സലാം പറഞ്ഞിട്ടില്ലെങ്കിലും കുടുങ്ങി, രണ്ടും കുടുങ്ങി. അതാണ് അദ്ദേഹത്തിന്റെ പ്രയാസം. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് ആദ്യം ഇങ്ങനെ ചോദിച്ചതും. പിന്നെ അപ്പോ കണ്ണേറിന് മരുന്നായിക്കൊണ്ട് പിന്നെ ഈത്തപ്പഴത്തിന്റെ കുരു ഉപയോഗിക്കുന്നുണ്ട്. ഈത്തപ്പഴത്തിന്റെ കുരു എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈത്തപ്പഴത്തിന്റെ കുരു ഉപയോഗിക്കുന്നത്? ഏതായിരുന്നാലും ഞാൻ അതിന്റെ വിഷയം പറയാം. കണ്ണേറിന് പിന്നെ പ്രതിവിധിയായിക്കൊണ്ട് ഹദീസുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് മാഷാ അല്ലാ പോലെയുള്ള ദിക്റുകൾ ചെല്ലണമെന്നുള്ളതാ. നമ്മളെന്തെങ്കിലും ആശ്ചര്യം തോന്നുന്ന, നമുക്ക് അത്ഭുതം തോന്നുന്ന എന്തെങ്കിലും സാധനങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ കേൾക്കുമ്പോൾ
ഉടനെ നമ്മുടെ പക്കൽ നിന്നൊരു കണ്ണേറ് ആ വസ്തുവിന് സംഭവിക്കാതിരിക്കാൻ മാഷാ അല്ലാ, അല്ലെങ്കിൽ തബാറക്കല്ലാ, അൽഹംദുലില്ലാ എന്നിങ്ങനെയുള്ള എന്തെങ്കിലും ദിക്റുകൾ ചെല്ലണമെന്നാണ് ഹദീസ്. പിന്നെ ചില ഹദീസ് വിവരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഹനഫി മദ്ഹബ് പ്രകാരമുള്ള ചില വിവരണങ്ങളിലൊക്കെ കണ്ണേറിന്റെ പ്രതിവിധിയായിക്കൊണ്ട് പെട്ടെന്ന് ഈ വസ്തുവിനെ നോക്കുന്ന ആ വ്യക്തിയുടെ ശ്രദ്ധ മാറ്റിത്തിരുത്തുന്ന എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചാൽ മതി എന്ന് ഹനഫി മദ്ഹബ് പ്രകാരമുള്ള ചില വിവരണങ്ങളിലൊക്കെ കാണാം. എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ പെട്ടെന്ന് ഈ നോക്കുന്ന ആളിന്റെ ആ വ്യക്തിയുടെ ശ്രദ്ധ ഈ വസ്തുവിലേക്ക് പതിയണം. ആ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയാലും മതി. ഉദാഹരണം എന്താ പറയാ പഠിച്ചോൻ, ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു, നമ്മളിപ്പോ ഒന്നും അങ്ങനെ നാട്ടിലൊന്നും കാണലില്ല, എന്തെങ്കിലും ഒരു കള്ളിച്ചെടിന്റെ അല്ലെങ്കിൽ ഒരു കുറ്റിച്ചൂലൊക്കെ ഇങ്ങനെ പൊന്തിച്ചു വെക്കും. എന്തെങ്കിലും കൃഷിയോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു കുറ്റിച്ചൂല് അല്ലെങ്കിൽ ഒരു കള്ളിച്ചെടിയൊക്കെ അങ്ങനെ വെക്കും. അപ്പൊ പെട്ടെന്ന് ഈ നോക്കുന്നവന്റെ ദൃഷ്ടി അതിലേക്ക് പതിയണം, അവന്റെ ശ്രദ്ധ അതിലേക്കായി ആവണം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അത് ഇസ്ലാമിക നിയമങ്ങൾക്ക് യോജിച്ചതായിരിക്കണം. ഇപ്പൊ കോലുണ്ടാക്കിയേക്കുക, രൂപമുണ്ടാക്കിയേക്കുക പാടില്ല. അതേപോലെ തന്നെ അനാവശ്യങ്ങൾ എഴുതി വെക്കുക, കരിങ്കണ്ണ അങ്ങോട്ട് നോക്കല്ലേ, ഈ കരിങ്കണ്ണ അങ്ങോട്ട് നോക്കല്ലേ എന്നുള്ളതൊക്കെ ഈ മനുഷ്യനെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മോശം പ്രയോഗങ്ങൾ, അതൊന്നും പാടില്ല. അങ്ങനെയുള്ള ഒന്നും പാടില്ല. ആ സമയത്ത് അങ്ങനെയുള്ള വിലക്കുകളില്ലാത്ത, എന്നാൽ ഈ നോക്കുന്നവന്റെ ദൃഷ്ടി പെട്ടെന്ന് തിരിഞ്ഞു പോകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചെയ്തു വെച്ചാലും മതി എന്ന് ഹനഫി മദ്ഹബിലെ ദുറുൽ മുഖ്താർ പോലെയുള്ള കിതാബുകളിൽ കാണാം. എന്നാൽ മറ്റു കിതാബുകളിലൊക്കെ കാണുന്നത് മാഷാ അല്ലാ, തബാറക്ക പോലെയുള്ള ആ ദിക്റുകളാണ് പ്രതിവിധിയായിക്കൊണ്ട് പറയുന്നത്. അതല്ലാതെ ഈത്തപ്പഴത്തിന്റെ കുരുവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണേറിന്റെ ഒരു പ്രതിവിധിയെ കുറിച്ച് ഹദീസുകളിലോ ഹദീസിന്റെ വിവരണങ്ങളിലോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദ് അതിനെക്കുറിച്ച് ഇനി കൂടുതൽ വിശദീകരിക്കും. എന്റെ ശ്രദ്ധയിൽ ഇങ്ങനത്തെ ഒരു ചികിത്സാ രീതി പെട്ടിട്ടില്ല. പിന്നെ ഇനി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശ്രദ്ധയിൽ വല്ലതുമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെ മൈക്കിലേക്ക് വന്നുകൊണ്ട് വിശദീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, ഈത്തപ്പഴത്തിന്റെ കുരു മാത്രമല്ല ഉപയോഗിക്കുന്നത്, അത് കുരു കഴിച്ച് അത് വെള്ളത്തിലിട്ടിട്ട്, അതുപോലെ തന്നെ അവര് ചായ കുടിച്ച ഗ്ലാസ്, പാത്രങ്ങൾ, അതെല്ലാം കഴുകിയ വെള്ളം കുടിക്കുകയും അതുകൊണ്ട് കുളിക്കുക, അതുപോലെ തന്നെ അവരെ കൈകാലുമേ മുറിവോ എന്താ പറ്റുക അതിമ തടവുക, അത്തരം ചികിത്സാ രീതിയെല്ലാം ഇവിടെ കണ്ടുവരുന്നു. ഞാൻ മജ്ലിസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറെ സൗദികൾ വരും, ചായയും കാവെല്ലാം കുടിച്ച് കണ്ണേറിനായിട്ട് അവര് അത്തരം പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദിനെ വിവരമുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ച ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈക്ക് റിലീസ്. ബഹുമാനപ്പെട്ട ഉസ്താദ് മൈക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. കണ്ണേറ് തട്ടിയവനുള്ള പ്രതിവിധിയായിക്കൊണ്ടുള്ള ചികിത്സയെക്കുറിച്ചാണ് സഹോദരൻ ചോദിച്ചത്. കണ്ണേറ് തട്ടിയവനുള്ള ചികിത്സയായിക്കൊണ്ട് ഈ കണ്ണേറ് ബാധിച്ചവൻ ആ വ്യക്തി മുഖം കഴുകിയ വെള്ളം, അതുപോലെ തന്നെ ആ വ്യക്തി ഉളൂ ചെയ്ത വെള്ളം, അത് ആ വ്യക്തിയുടെ തലയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒരു രീതി കിതാബുകളിൽ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലായാണാവോ? കണ്ണേറ് ബാധിച്ചവൻ മുഖം കഴുകിയ ആ വ്യക്തി ഉളൂ ചെയ്ത വെള്ളം അദ്ദേഹത്തിന്റെ തന്നെ തലയിൽ ഒഴിച്ചു കൊടുക്കുക, ഇങ്ങനത്തെ ഒരു രീതി കിതാബുകളിൽ കാണുന്നുണ്ട്. അതല്ലാതെ ഇവിടെ വിശദീകരിച്ചതുപോലെയുള്ള രീതി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മൈക്കിലേക്ക് വന്നുകൊണ്ട് വിശദീകരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഗുണമായിരിക്കും. പ്രത്യേകിച്ച് നൂർ ഫൈസി ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ മറ്റെന്തെങ്കിലും ഷോയിലാണോന്ന് അറിയില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് മൈക്കിലേക്ക് വരും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും മൈക്കിലേക്ക് വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, എനിക്ക് ചോദിക്കാനുള്ളത് നമ്മൾ സംവാദം നടന്ന സ്ത്രീ ജുമാ ജമാഅത്തിനെ പറ്റി തന്നെയാണ്. ഇവിടെ സമ്പാദ്യ വ്യവസ്ഥ ചെയ്താൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ അതിന് ശേഷം അവരുടെ ക്ലാസ് റൂമിൽ, മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വെറുതെ ഈ വിഷയ സംബന്ധമായിട്ട് എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കിയതാണ്. അപ്പോൾ അവരവിടെ ചെയ്യുന്ന ചർച്ച എന്താണെന്ന് വെച്ചാൽ, ഈ സമ്പാദ്യ വ്യവസ്ഥയിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടിയിട്ട് നമ്മുടെ പണ്ഡിതന്മാര് അതിൽ ഹറാമാണ് എന്നുള്ള ഭാഗം മാറ്റിയിട്ട് അത് പുണ്യമുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയിലേക്ക് വന്നു എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവരായിരുന്നു ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ്.
അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, അങ്ങനെയാണെങ്കിൽ എന്നിട്ട് അവരവിടെ പറയാണ് ആ ക്ലാസ് റൂമിൽ അവിടെ അവതരിപ്പിക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും പെണ്ണിന് പുണ്യമുള്ളത് പള്ളിയിൽ നിന്ന് തന്നെയാണെന്നാണ് അബൂ ഹിസാൻ എന്ന് പറയുന്ന ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് പുണ്യം പള്ളിയിൽ തന്നെയാണെന്നാണ് അവർ വീണ്ടും സമർത്ഥിക്കുന്നത്. അതായത് പെണ്ണിന് പള്ളികളിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന്റെ കൂലി അടക്കമുള്ള വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും കൂടുതൽ പുണ്യം പള്ളിയിൽ നിന്ന് കിട്ടുമെന്ന് തന്നെയാണ് അവർ വീണ്ടും അവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു സമ്പാദ്യ വ്യവസ്ഥയിൽ വന്ന് പങ്കെടുത്തിട്ട് അവിടെ ഒരു 2-3 മണിക്കൂർ ഒരു വാദം നീട്ടിക്കൊണ്ടുപോയിട്ട് തുടക്കത്തിൽ തന്നെ അതിന് പുണ്യം ഉണ്ടെങ്കിൽ അവിടെ തന്നെ അവർക്ക് ആ വിഷയ സംബന്ധമായിട്ട് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കി തരാമായിരുന്നു. എന്നിട്ട് അവിടെ അങ്ങനെ ഒരു വാദം എഴുതാതെ ക്ലാസ് റൂമിൽ പോയിട്ട് വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം, എന്താണ് അതിന്റെ തെറ്റിദ്ധരിക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തിയത്. അത് സംബന്ധിച്ച് എനിക്ക് വേറെ കാര്യം ചോദിക്കാനുള്ളത്, അവരോട് പറയുന്നത് മുമ്പുള്ള സമ്പാദ്യ വ്യവസ്ഥകളിൽ നമ്മുടെ പണ്ഡിതന്മാർ എഴുതി വെച്ച ഹറാമാണ് എന്നുള്ള ഭാഗം വിട്ടിട്ട് നമ്മളിപ്പോൾ പുണ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അതൊരു മാറ്റമായിട്ടുള്ളൂ. അങ്ങനെയാണ് അവർ വാദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ബാക്കിയും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിക്കൂടെ? പുണ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റിയ ഒരു ചാൻസ് ഇവരെന്തുകൊണ്ടാണ് അവരങ്ങനെ തടസ്സം നിന്നിട്ട് അങ്ങനെ ഒരു ചാൻസ് അവർ നഷ്ടപ്പെടുത്തിയത്? അവർ വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാദം മാറ്റി എന്നുള്ളതാണ് അവരവിടെ വാദിക്കാൻ ശ്രമിക്കുന്നത്. അതായത് പണ്ട് ഹറാമാണെന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ പുണ്യം എന്നാണ് ചർച്ച എന്നുള്ള വാദത്തിലേക്ക് വരുമ്പോൾ ബാക്കി കൂടി നമുക്കൊന്ന് ക്ലിയർ ആക്കാനുള്ള, ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് ബാക്കി കൂടി ക്ലിയർ ആക്കി തരാനുള്ള ഒരു ചാൻസ് ഇല്ലെന്നു നിങ്ങൾ അവർ ഒളിച്ചോടാനുള്ള കാരണം എന്താണെന്നുള്ളതാണ്, എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു അജണ്ട എന്നുള്ളത് ഒന്ന് ഉസ്താദ് ഒന്ന് വ്യക്തമാക്കി തന്നാൽ കൊള്ളാം. നമ്മേക്കുള്ള സഹായിക്കണം. അൽഹംദുലില്ലാ. ഏതായിരുന്നാലും ഈ വഹാബികളുടെ ആദർശ പാപ്പരത്വം പ്രിയപ്പെട്ട ശ്രോതാക്കൾ വിലയിരുത്തുന്നു എന്നാണ് പ്രിയപ്പെട്ട സഹോദരന്റെ ഈ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോ സമയം 1:52 ആയിട്ടുണ്ട്. 2 മണിക്ക് 8 മിനിറ്റ് കൂടി നമുക്ക് ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോയി 2 മണിക്ക് അവസാനിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കിവിടെ പറയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തോ ഒരു ചോദ്യവും അതിന്റെ അനുബന്ധ ചർച്ചകളും നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തിരക്കിൽപ്പെട്ട് കുറച്ച് സമയം എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് എന്തെങ്കിലും കാര്യമായ ചോദ്യങ്ങളോ മറ്റോ ഉണ്ടായോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരു സഹോദരൻ മൈക്കെടുത്ത് എന്തോ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് മാറേണ്ടി വന്നത്. റൂമിൽ വേറെ കുറച്ച് ആൾക്കാർ വന്നപ്പോൾ ഇല്ല, ഉണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും എല്ലാവിധ സംരക്ഷണവും നൽകട്ടെ, എല്ലാവിധ റാഹത്തും നൽകട്ടെ. പലപ്പോഴും പല സമയങ്ങളിലായിക്കൊണ്ട് പല സഹോദരന്മാരും വളരെ പ്രധാനപ്പെട്ട പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല വിഷമങ്ങളും അതൊക്കെ തീരാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും വിഷമങ്ങളെ തീർത്തു കൊടുക്കട്ടെ. രോഗികളാണെങ്കിലും ജോലിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിലും മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും അല്ലാഹു തആല എല്ലാ നിലക്കുമുള്ള സന്തോഷവും റാഹത്ത് നൽകട്ടെ. നല്ല ജോലിയും ഹലാലായ സമ്പാദ്യവും അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സൗകര്യങ്ങളും ആഖിറത്ത് നഷ്ടപ്പെടാത്ത സ്വർഗം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള സമ്പത്തും സൗകര്യങ്ങളും എല്ലാ നിലക്കുള്ള ഇസ്സത്തും പ്രതാപവും എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സഹോദരന്മാർ, അവരുടെ സമ്പത്താണ്, അവരുടെ ഇസ്സത്താണ്, അവരുടെ ഉണർവും അവരുടെ ആവേശവുമാണ് നമ്മുടെ നാട്ടിലുള്ള ദീനീ പ്രവർത്തനങ്ങളുടെ പ്രധാന ഒരു ഘടകം. അവർക്ക് എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുമ്പോൾ തീർച്ചയായും അതിന്റെ കുറവ് നമ്മുടെ നാട്ടിൽ ദീനി രംഗത്തും തീർച്ചയായും അത് അനുഭവപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാസി സഹോദരന്മാർക്കൊക്കെ നല്ല ജോലിയും അർഹമായ ശമ്പളവും നല്ല ഹലാലായ സമ്പാദ്യവും സൗകര്യങ്ങളൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നൂർ ഫൈസ് ഉസ്താദ് ഉസ്താദ് എടുക്കണം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ മൈക്കെടുത്തത് ഒരാളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് മൈക്കെടുത്ത് ചോദിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷെ ആ സമയത്താണ് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോ
അദ്ദേഹം റൈസ് ഹാൻഡ് ചെയ്തിരുന്ന കൈ താഴ്ത്തിയതാണ്. അദ്ദേഹം നമ്മുടെ പ്രവർത്തകനല്ല, മുജാഹിദും ഒന്നായ ആളെന്നല്ല. അദ്ദേഹം അവിടെ ഉണ്ടല്ലോ അല്ലേ? ആ സ്ത്രീകൾ റൂസിന് പെണ്ണുകൾ പോകുന്നതിനെ കുറിച്ച് ചോദിക്കണേ, അദ്ദേഹം ഇവിടെ ഇല്ലേ? അദ്ദേഹം അവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണ്? സ്ത്രീകൾക്ക് പിന്നെ എന്താ ചോദ്യം? ഇങ്ങനെ പോയിട്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പോലും പാടില്ല, അപ്പോൾ റൂസിന് പോകാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവിടെ ഉള്ള വിഷയം എന്താ വെച്ചാ, ഇവിടെ നമ്മൾ ഈ വിഷയം ഇങ്ങനെ എതിർക്കാനുള്ള കാരണം, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിനേക്കാളും ഉത്തമം വീടുകളിൽ വെച്ചുള്ള നിസ്കാരമാകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും ഹൈറ് അവരുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കലാകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബിമാരിൽ പലരും അവരൊക്കെ അത് നിരോധിക്കുകയും ചെയ്തിരുന്നു. അത് അവരുടെ ഭാര്യമാരൊക്കെ പോകുന്നവർ തടയുകയും ചെയ്തിരുന്നു. പല ആളുകളും അങ്ങനെ തടയുകയും ചെയ്തിരുന്നു. അപ്പോൾ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ പ്രത്യേകമായ ഒരു കാര്യവും ഇല്ല. എന്നാൽ അള്ളാഹു റസൂലാണ് സഹാബത്തൊക്കെ ആണെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ഒരു വിഷയം പ്രോത്സാഹിപ്പിക്കാൻ ഒരു കൂട്ടര് അവരങ്ങനെ പോയിരുന്നു ഇങ്ങനെ പോയിരുന്നു എന്നുള്ള പല ഹദീസുകൾ ഇങ്ങനെ ഓതിട്ട് അത് പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. നാം അത് നിരുത്സാഹപ്പെടുത്തുന്നത് തെറ്റാണ്, ആ രീതിയിൽ പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ നമ്മൾ ഇത്രമാത്രം വലിയ കനിഷ്ഠത പാലിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ആരെങ്കിലും മറ്റേ വർഷമുണ്ട്, നിങ്ങളെല്ലാവരും സ്ത്രീകളൊക്കെ കൂട്ടിട്ട് റൂസിന് പോണേ, അങ്ങനെ പോയ അങ്ങനത്തെ കൂലിയുണ്ട് ഇങ്ങനത്തെ കൂലിയുണ്ട്, അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും അങ്ങനെ ചെയ്തിരുന്നു, ആ വിഷയത്തെ കുറിച്ച് പ്രസംഗിക്കാറുണ്ട്? ഇല്ലല്ലോ, നമ്മളാരും പ്രസംഗിക്കാറില്ല. അപ്പൊ നമുക്ക് പറയാനുള്ളത്, സ്ത്രീകൾ എങ്ങോട്ട് പോകുകയാണെങ്കിലും ശരി, അത് ഇസ്ലാമികമായ ആ മര്യാദകളെ പാലിച്ച് ആവണം. അതിനെ നമുക്ക് പറയാനുള്ളത്. അതേ സമയത്ത് നമ്മളാരും റൂൾസ് സ്ത്രീകളൊക്കെ പൊയ്ക്കോളുണ്ട്, അത് അത്ര കൂലിയുണ്ട് ഇത്ര കൂലിയുണ്ട്, അത് അത്ര റസൂലും സഹാബത്തും ഒക്കെ ചെയ്തിരുന്നു, അങ്ങനൊന്നും ആ വിഷയത്തെ കുറിച്ച് പ്രസംഗിക്കാറില്ല. പിന്നെ നമ്മൾ ഇവരെ ഈ വിഷയത്തെ നമ്മൾ എതിർക്കുന്നത് അള്ളാഹുൻ റസൂൽ നിരുത്സാഹപ്പെടുത്തിയ ഒരു വിഷയം അവർ പ്രോത്സാഹിപ്പിക്കുന്നു. വീടാണ് ഖൈറ് എന്ന് പറഞ്ഞ ഒരു വിഷയം പള്ളിയാണ് ഖൈറ് എന്നവർ പറയുന്നു. അപ്പൊ വിഷയത്തിന്റെ നേരെ എതിർ ദിശയിലേക്ക് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഷയം മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്നതിന്റെ പേരിലാണ് നാം ഈ വിഷയം ഇത്രമാത്രം കണിശമായി പിന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അതേസമയത്ത് സ്ത്രീകളുമായി റൂസിനൊക്കെ പോയിക്കോളുകൊണ്ട് അതിന് അത്ര കൂലുണ്ട് ഇത്ര കൂലുണ്ട് എന്ന് നമ്മളാരും പറയാറില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ആ വിഷയത്തിൽ ഉള്ള ഇതുണ്ട്. പിന്നെ അദ്ദേഹം നന്ദി അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഈ വിശദീകരണം നൽകിയതിന്റെ പേരിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്